Good evening, dear students. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് മൂവ് ചെയ്യാം. യൂണിറ്റ് 8 ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതായത് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്താ നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് നമ്മൾ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ നമ്മൾ മോഡിഫൈ ചെയ്ത് റീപ്ലേസ് ചെയ്യുകയോ ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഡേറ്റ ക്ലീൻ ചെയ്യുന്നത്, മിസ്സിംഗ് വാല്യൂസും നോയ്സി ഡേറ്റയൊക്കെ വന്നത് ബിന്നിങ് ബക്കറ്റിനെ കുറിച്ചും അല്ലെ, അത് സ്മൂത്തിൻ ചെയ്യുന്നതും ബോർഡർ ചെയ്യുന്നതും ഒക്കെ ഇന്നലെ നമ്മൾ എക്സാമ്പിൾ സഹിതം പറഞ്ഞു. അത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമാണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ടുഡേ ഡേറ്റ ഇന്റഗ്രേഷനിലോട്ടാണ് നമ്മൾ ഇന്ന് മൂവ് ചെയ്യുന്നത്. ഡേറ്റ ഇന്റഗ്രേഷൻ, അതായത് ഇറ്റ് ഈസ് എ മെത്തഡോളജി ദാറ്റ് കമ്പൈൻസ് ഡേറ്റ ഫ്രം വേരിയസ് പ്ലാറ്റ്ഫോംസ് ഇൻ ടു വൺ ഡിവൈസസ്. പല പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഡേറ്റയെ ഒരു ഡിവൈസസിലോട്ട് കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ മാത്സിലൊക്കെ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ലേ. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാറില്ലേ. മൾട്ടിപ്പിൾ ഹെട്രോജീനസ് സോഴ്സ് ഓഫ് ഡേറ്റ ആർ കമ്പൈൻഡ് ഇൻ ടു സിംഗിൾ ഡേറ്റ സെറ്റ്. ഒരു മൾട്ടിപ്പിൾ ഹെട്രോജീനസ് ഡേറ്റകളായിരിക്കും വരുന്നത്. ഹെട്രോജീനസ് മീൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റകൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നതിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡേറ്റ സെറ്റിലോട്ട് ആക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ഡേറ്റ സെറ്റിലോട്ട് ആക്കുന്നതിനാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. These sources which include make cubes of records, database or flat files. അതായത് ഹെട്രോജീനസ് സോഴ്സ് ഓഫ് ഡേറ്റ വരുന്നത് പറയുന്നത് ഇവിടെ നിന്നൊക്കെ വരാം. ക്യൂബ്സ് ഓഫ് റെക്കോർഡ്, അതായത് ഡേറ്റ ക്യൂബുകളിൽ നിന്ന് വരാം, ഡേറ്റാബേസിൽ നിന്ന് വരാം, ഫ്ലാറ്റ് ഫയലിൽ നിന്ന് വരാം. ദി അപ്രോച്ച് ഓഫ് ഡേറ്റ ഇന്റഗ്രേഷൻ is officially classified as 3 types: GSM, where G stands for global scheme, S stands for heterogeneous source of schema, M stands for mapping between source and global schema for this. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ഐറ്റംസ് വരാം. ഗ്ലോബൽ സ്കീമിൽ നിന്നോ ഹെട്രോജീനസ് സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മാപ്പിംഗ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഗ്ലോബൽ സ്കീം കൊറീസിൽ നിന്നൊക്കെ നമുക്ക് ഡേറ്റകൾ ഇതിലോട്ട് വരാം. These are two main data integration methods. One is solid link approach while other is loose connection approach. ഇതിനകത്ത് നമ്മൾ രണ്ട് അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സോളിഡ് ലിങ്കും ഒന്ന് ലൂസ് കണക്ഷൻ. ലൂസ് കണക്ഷന് പറയുന്നത് നമ്മൾ ലൂസ് കപ്ലിംഗ് എന്ന് പറയാം, സോളിഡ് ലിങ്കിന് പറയുന്നത് ടൈറ്റ് കപ്ലിംഗ് എന്നും പറയാം. അപ്പൊ അങ്ങനെ രണ്ട് മെത്തേഡ്സുകൾ അവിടെ ഈ ഡേറ്റ ഇന്റഗ്രേഷനകത്ത്, ഡേറ്റ പ്രീ പ്രോസസിങ്ങിനകത്ത് ഡേറ്റ ഇന്റഗ്രേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The data warehouse here is regarded as a retrieval of records. Data from different sources are combined into one physical location via ETL in this partitioning. അതായത് ടൈറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ പലയിടത്തു നിന്ന് വരുന്ന ഡേറ്റയെ കമ്പൈൻ ചെയ്ത് വെക്കുന്നു. അതായത് ഡേറ്റ ഇസ് കമ്പൈൻ ടു ഇൻ എ ഫിസിക്കൽ ലൊക്കേഷൻ. നമ്മളിപ്പോ സി ഒക്കെ A+B=C എന്ന് പറയുന്നില്ലേ അല്ലെ. എയിലെ ഡേറ്റയും ബിയിലെ ഡേറ്റയും നമ്മൾ ആഡ് ചെയ്ത് സിയിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ പലയിടത്തു നിന്ന് വരുന്ന ഡേറ്റയെ കമ്പൈൻ ചെയ്ത് വെക്കുന്നത് നമ്മൾ ടൈറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ ലൂസ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ in this case, the interface will translate the user query into source data and send the query back to the source database in order to get the answer. അതായത് നമുക്ക് and the data are only available in real source repositories. എന്ന് പറഞ്ഞാൽ only an interface is created and data is combined through that interface. അതായത് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഡേറ്റ ആ ഒരു ഇന്റർഫേസ് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ആക്സസ്, എന്നിട്ട് നമുക്ക് ആ ഒരു ഇന്റർഫേസിൽ നിന്ന് മാത്രമേ ഡേറ്റയെ ആക്സസ് ചെയ്യാനും പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലൂസ് കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ നമുക്ക് ഡേറ്റയെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റ റിമെയിൻസ് ഇൻ ആക്ച്വൽ ഡേറ്റാബേസ് ഉള്ളിയായിരിക്കും. ഡേറ്റ ഇന്റഗ്രേഷന് പല ഇഷ്യൂസ് ഉണ്ട്. സ്കീമ ഇന്റഗ്രേഷൻ, ഒബ്ജക്ട് മാച്ചിങ്, റിഡൻഡൻസി, ഡിറ്റക്ഷൻ, റെസൊല്യൂഷൻ ഓഫ് ഡേറ്റ വാല്യൂ, എഫോർട്ട്. അതായത് ഇതിനെല്ലാം ഏകദേശം എല്ലാത്തിനും ഒരേ ഒരു ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് ഡ്രോബാക്ക് ആയിരിക്കും പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും നോക്കാം സ്കീമ വരുന്നത് എങ്ങനെയായിരിക്കും, അതായത് കണക്ഷൻസ് എങ്ങനെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റിഡൻഡന്റ് ആണോ ഡേറ്റ, അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുക. ഇതൊക്കെ എപ്പോഴും ഡേറ്റ ഇന്റഗ്രേഷൻ ഇഷ്യൂസ് ആയിട്ട് പറയാൻ പറ്റും. ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ബ്രീഫ്ലി ആസ് ഫോളോസ്. സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്ട് മോഡലിംഗ്. ഫസ്റ്റ് ഇഷ്യൂ പറയുന്നത് സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്ട് മോഡലിംഗ്. സ്കീമ എന്ന് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൾട്ട് ബിക്കോസ് ഇൻ ഡിഫറെന്റ് ടേബിൾസ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഐഡന്റിഫൈ ദി സെയിം ടൈപ്പ്. അതായത് this is linked to the problem of individual identity. അതായത് ഇപ്പൊ ഡിഫറെന്റ് ടേബിൾസ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിനെ
ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഡിഫറെന്റ് ടേബിൾസിൽ നിന്നുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇത് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയുടെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പം മെറ്റാഡാറ്റ യൂസ് ചെയ്ത് സ്കീമ ഇന്റഗ്രേഷൻ എറേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് മെറ്റാഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ടു അവോയ്ഡ് എറേഴ്സ് ഇൻ സ്കീമ ഇന്റഗ്രേഷൻ. അതായത് ഈ സ്കീമ ഇന്റഗ്രേഷൻ ആൻഡ് ഒബ്ജക്റ്റ് മാച്ചിങ്ങിനകത്ത് മെറ്റാഡാറ്റ യൂസ് ചെയ്താൽ നമുക്ക് ഇതിനകത്തുള്ള എറേഴ്സുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയും അവോയ്ഡ് ചെയ്യാനും പറ്റും എന്ന് പറയുന്നത്. പിന്നെ റിഡൻഡൻസി പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വരും. ദിസ് ഈസ് അനദർ ഇഷ്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അനദർ attribute and attribute example animal cell can be redundant. Inconsistency of in the naming of dimensions can also add to the redundancy in that data collection arising from this. അതായത് ഡയമെൻഷൻസിന്റെ നെയിമിങ്ങിൽ വരുന്ന ഇൻകൺസിസ്റ്റൻസി അല്ലെ. ഡയമെൻഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പം ക്യൂബിലൊക്കെ ആകുമ്പോൾ പല ഡയമെൻഷനിലായിരിക്കും ഡാറ്റ സേവ് ചെയ്യുക. അവിടെ വരുന്ന നെയിമിങ്ങിൽ വരുന്ന കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു കൺസിസ്റ്റന്റ് അല്ലാതെ വരിക ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സുകളൊക്കെ. അപ്പൊ നമുക്ക് റിഡൻഡൻസി കൂടാം. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് കോറിലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇവിടെ അടുത്ത സെന്റൻസ് അത് പറയുന്നുണ്ട്, a correlation analysis can detect any redundancies. Redundancies ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കോറിലേഷൻ അനലൈസിസ് കൊടുക്കുക. അപ്പൊ ആ കോറിലേഷൻ അനലൈസിസ് കൊടുക്കുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മളത് ഫൈൻഡ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് എക്സ് ആൻഡ് വൈ ക്യാൻ ബി ടെസ്റ്റഡ് ഇൻ ദി ന്യൂമറിക്കൽ ആട്രിബ്യൂട്ട്സ് ബൈ കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതായത് രണ്ട് ആട്രിബ്യൂട്ടുകൾ നമ്മൾ എടുക്കുകയാണ്, എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ടുകൾ എടുക്കുകയാണെങ്കിൽ അവയെ കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അത്രയും അങ്ങ് ഡീപ്പായിട്ട് പഠിച്ചില്ലേ, നമ്മൾ ഓർത്താൽ മതി. റിഡൻഡൻസി അതായത് ഡയമെൻഷൻസിൽ ഈ നെയിമിങ്ങിലോ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സിലെ ഇൻകൺസിസ്റ്റൻസി വരുമ്പോഴാണ് റിഡൻഡൻസി വരുന്നത്. അപ്പൊ അവിടെ കോറിലേഷൻ അനലൈസിസ് യൂസ് ചെയ്യുക. അതായത് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ കോറിലേഷൻ ടെക്നിക്സ് എന്ത് യൂസ് ചെയ്യുക? അപ്പൊ അവിടെ ഒരു കൊയിഫിഷ്യന്റ് കാരണം ആർ ഓഫ് എക്സ് വൈ കോമ സിഗ്മ ഓഫ് എക്സ് മൈനസ് വൈ എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ മൈനസ് വൺ ആൽഫ എ ഓഫ് ആൽഫ ബി അല്ലെ. അങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തോണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈ ഇൻകൺസിസ്റ്റൻസിയെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സും വൈയും തന്നിട്ടുണ്ടെന്ന് ഓർക്കാം. നമുക്ക് എക്സും വൈക്കും വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനോട്ട് എക്സും വൈയും അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതായത് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടപ്പിൾസ് ആയിരിക്കും, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻസ് ഓഫ് വാല്യൂ ഓഫ് എക്സ് ആയിരിക്കും, വൈ ബാർ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വൈ ആയിരിക്കും. പിന്നെ ഡെൽറ്റ ആൽഫ അല്ലാണ്ട് ഡെൽറ്റ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആയിരിക്കും, ഡെൽറ്റ ബി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആയിരിക്കും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നമുക്ക് കാണാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ എക്സിനും വൈക്കും 5ഉം 10 വാല്യൂസ് കൊടുത്തിട്ട് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് നമ്മൾ കാണുക, കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -1നും +1നും ഇടയ്ക്കായിരിക്കും. അത് അവിടെ അതുപോലെ അങ്ങ് ഡിറ്റക്ട് ചെയ്ത് എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ കോറിലേഷൻ എങ്ങനെയാണ് റിഡൻഡൻസി കാണുന്നതെന്ന് വെച്ചാൽ കോറിലേഷൻ അനലൈസിസ് യൂസ് ചെയ്താണ് കാണുന്നത്. അതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ പോസിറ്റീവ് തരും. അതാ ഇങ്ങനെ പ്രോബ്ലം വരുവാണെങ്കിൽ എക്സിലും വൈയും തരും. എന്നിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂസ് ഇട്ട് അതിനെ ജനറേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഈ വാല്യൂസ് എപ്പോഴും -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പൊ -1 വരുന്നെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് കോറിലേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. പോസിറ്റീവ് 1 എന്താ പറയാം, പോസിറ്റീവ് 1 ഡിസ്ക്രൈബ് ചെയ്യുന്ന പോസിറ്റീവ് കോറിലേഷൻ ഓഫ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ നടക്കാം. ഇനി നമുക്ക് -1നും ഇടയ്ക്കല്ല +1 അല്ല 0 വന്ന് നമുക്ക് അവ തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് നടക്കുന്നില്ല. എക്സും വൈയും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പും നടക്കുന്നില്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ റിഡൻഡൻസിയെ നോക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. Data is translated into many data mining methods. Data transformation consisting of following steps. Data transformation, data pre-processing at data transformation at എന്തൊക്കെ സ്റ്റെപ്പുകൾ വരാം. സ്മൂത്തിങ് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇന്നലെ പറഞ്ഞതാ. ബിന്നിങ്ങും ബക്കറ്റിങ്ങും ബൗണ്ടറീസ് ചെക്ക് ചെയ്തും ആവറേജ് എടുത്തും മീൻ വാല്യൂ എടുത്തും ഒക്കെ നമ്മൾ എങ്ങനെ
ഡേറ്റ പോയിന്റ്സുകളെ അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ഡിസ്ക്രീറ്റൈസേഷൻ, ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ, ജനറലൈസേഷൻ ആൻഡ് നോർമലൈസേഷൻ. നമുക്ക് ഓരോ പോയിന്റിലോട്ട് നോക്കാം. അപ്പൊ ഞാനിപ്പം സ്മൂത്തിങ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഇന്നലെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ. അതായത് ഇറ്റ് ഈസ് എ മെക്കാനിസം യൂസ് ടു റിമൂവ് ഡാറ്റാ സെറ്റ് നോയിസ് യൂസിങ് സം അൽഗോരിതംസ് ടു ഹൈലൈറ്റ് മെയിൻ ഡാറ്റാ സെറ്റ് ഫീച്ചേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് പാറ്റേൺസ്. പാറ്റേൺസ് വന്നിട്ടല്ലേ നമ്മൾ അവിടുന്ന് 2, 4, 6, 8 എന്നൊക്കെ പറയാം. നമ്മൾ ഇന്നലെ ഒരു പാറ്റേൺ ഒക്കെ എടുത്തിട്ട് അതല്ലേ കാണിച്ചത്. അപ്പം ഡാറ്റാ സെറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അൽഗോരിതംസ് യൂസ് ചെയ്ത് ഡാറ്റാ സെറ്റ് നോയിസ് റിമൂവ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്മൂത്തിങ്. സ്മൂത്തിങ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പൊ നമുക്കറിയാം, അതായത് നമുക്ക് എറർ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മാറ്റിയിട്ട് അവിടെ വേറെ നല്ല വാല്യൂസ് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ പറഞ്ഞ അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ മീൻസ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ആയിരിക്കും. അതായത് ബിസിനസ് സ്കീമയുടെ അനലൈസിസ് നടത്തുന്നതിന് സമ്മറൈസ്ഡ് ഫോർമാറ്റിലുള്ള ഡേറ്റയെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെ പഠിച്ചു പോകുന്ന എങ്ങനെ അഗ്രിഗേഷൻ നടത്താം അല്ലെ അഗ്രിഗേഷൻ ടെക്നിക്സുകൾ ഏതൊക്കെയാണ്, ഡേറ്റ എങ്ങനെയൊക്കെ സമ്മറൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പോകുന്നതാണ്. അപ്പൊ ഇവിടെ അഗ്രിഗേഷൻ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു സ്റ്റെപ്സ് ആണെന്ന് ഓർക്കുക. അതായത് ബിസിനസ് സ്കീമയുടെ അനലൈസിസ് നടത്തുന്നതിന്, ബിസിനസിനകത്തെ നമുക്ക് ബിസിനസിനെ കുറിച്ച് അനലൈസ് നടത്തുന്നതിന് സമ്മറൈസ്ഡ് ഫോർമാറ്റിലുള്ള കളക്ട് ചെയ്യുക. ഡേറ്റ നമ്മൾ സമ്മറൈസ് ചെയ്തെടുത്താൽ നമുക്ക് ഒരു മാസത്തെ ഡേറ്റ എടുത്താലല്ലേ അതിനെക്കുറിച്ച് സമ്മറൈസ് ചെയ്ത് നമുക്കൊരു അല്ലെ ഡെയിലി നോക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു മാസത്തെ ആവറേജ് എത്രയാ നോക്കി, കളക്ഷൻ എത്രയാ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ബിസിനസിനെ വിലയിരുത്തുന്നത്. അതായത് റവന്യൂ ക്യാൻ ബി അഗ്രിഗേറ്റഡ് ടു കാൽക്കുലേറ്റ് മന്ത്ലി ആൻഡ് ആനുവൽ ടോട്ടൽ. അല്ലെ നമ്മുടെ വരുമാനം, ഫോർ എക്സാമ്പിൾ റവന്യൂ അല്ലെ, നമ്മുടെ വരുമാനം നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി അല്ലെ ആനുവൽ ടോട്ടൽ എടുത്താൽ മാത്രമേ നമുക്ക് ആ സ്ഥാപനത്തിന്റെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഡിസ്ക്രീറ്റൈസേഷൻ. ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ട്രാൻസ്ഫോം കണ്ടിന്യൂസ് ഡേറ്റ ഇൻടു എ നമ്പർ ഓഫ് ഷോർട്ട് ഇന്റർവെൽസ്. അതായത് മെഷറബിൾ വാല്യൂ റെപ്രസെന്റിംഗ് ദി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. മെഷറബിൾ ആയിട്ടുള്ള വാല്യൂവിന് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡേറ്റയെ നമ്മൾ ഷോർട്ട് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ഡേറ്റ ഇങ്ങനെ വരിക, കണ്ടിന്യൂസ് ഡേറ്റയെ നമ്മൾ ഷോർട്ട് ആക്കി ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് സ്റ്റുഡൻസിന്റെ ക്ലാസ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ അങ്ങനെ വെക്കാൻ പറ്റും. ഒരു ഷോർട്ടസ്റ്റും ലോങ്സ്റ്റ് സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ് നമുക്ക് ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയാം. അതായത് മെനി ആക്ച്വൽ ഡാറ്റ മൈനിങ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ഓൺഗോയിങ് ആട്രിബ്യൂട്ട്സ്. ഹൗവർ മെനി ഓഫ് ദി എക്സിസ്റ്റിംഗ് ഡാറ്റ മൈനിങ് സ്കീംസ് കനോട്ട് ഹാൻഡിൽ ദീസ് ആട്രിബ്യൂട്ട്സ്. അതായത് നമുക്കിപ്പോ എക്സാക്ട് ഫിഗേഴ്സ് അറിയത്തില്ല. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ സ്റ്റുഡൻസിനെ ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ടസ്റ്റും ലോങ്സ്റ്റും സ്റ്റുഡന്റ് ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞവരും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മെഷർ ചെയ്തെടുത്തിട്ട് അതിൽ നിന്നുകൊണ്ട് നമ്മൾ എക്സാക്ട് ഫിഗേഴ്സ് വി ക്യാൻ കൗണ്ട് അല്ലെ, നമുക്ക് അതിൽ നിന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നോട്ട് ഡിസ്ക്രീറ്റൈസേഷൻ ഇച്ചിരി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ. എങ്ങനെയാണ് ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽഡിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, ദിസ് സിംപ്ലിഫൈസ് ദി ഒറിജിനൽ ഡേറ്റ ആൻഡ് ഇംപ്രൂവ്സ് ദി എഫിഷ്യൻസി ഓഫ് മൈനിങ്. Where the new attributes are created and added to support an attribute to set in the mining procedure. ഡേറ്റ മൈനിങ് പ്രൊസീജിയറിൽ ഒരു ആട്രിബ്യൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി പുതിയ ആട്രിബ്യൂട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആട്രിബ്യൂട്ടിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് ഓൾറെഡി നമുക്ക് കുറെ ആട്രിബ്യൂട്ടുകൾ ഉണ്ട്, ദാറ്റ് മീൻസ് ഓൾറെഡി നമുക്ക് കുറെ ഫീൽഡുകളുണ്ട്. പക്ഷെ അവയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് വേറെ പുതിയ കുറെ ആട്രിബ്യൂട്ടുകളൂടെ വേണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ലോ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ട്സ് വിത്ത് ഹൈറാർക്കിക്കൽ കൺസെപ്റ്റ് ടു ഹൈ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ട്സ്. ലോ ലെവൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ ഹൈ ലെവൽ ആട്രിബ്യൂട്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന്, അതായത് ഹൈ ലെവൽ ഡാറ്റയെ ആട്രിബ്യൂട്ടിലേക്ക് ഹൈറാർക്കിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ലോ ലെവൽ ഡാറ്റ ആട്രിബ്യൂട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, an age of numerical form initially 20, 60, 64 is translated into a categorical sense young and old. അല്ലേ, അതായത് നമ്മള് 20, 64 എന്നൊരു വയസ്സ് കണ്ടാല് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 20 വയസ്സ് യങ്ങാണ്, 64 വയസ്സ് ഓൾഡ് ആണ്. അങ്ങനെ നമ്മൾ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് ജനറലൈസേഷൻ എന്നുള്ള അവർ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു. പിന്നെ നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറയാൻ നമുക്ക് നിങ്ങള് DBMS SQL ഒക്കെ പഠിച്ചപ്പോൾ നോർമൽ ഫോം ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തോളൂ. 1 നോർമൽ ഫോം, 2 നോർമൽ ഫോം, 3 NF, 1 NF, 2 NF, 3 FNF, OEC കോഡഡ് നൗൺ, BCNF എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ഡേറ്റാബേസിലെ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ദി വാല്യൂസ് ഓഫ് ഡേറ്റ സെറ്റ് ഇൻടു എ കോമൺ സ്കെയിൽ. ഒരു സ്കെയിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് എല്ലാ വേരിയബിൾസും തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം.
അതായത് മാക്സിമം നോർമലൈസേഷൻ ഉണ്ട്, ഇസഡ് സ്കോർ ഉണ്ട്, ഡെസിമൽ സ്കെയിലിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പൊ മാക്സിമം ആണെന്ന് പറഞ്ഞാൽ അല്ലെ മിൻ മാക്സ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഗെറ്റ് ട്രാൻസ്ഫർ ടു 0, മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ എവരി വാല്യൂ ഗെറ്റ്സ് ട്രാൻസ്ഫർ ഇൻ ഡെസിമൽ ബിറ്റ്വീൻ 0 and 1. അപ്പൊ നമ്മൾ മിന്നും മാക്സും സെറ്റ് ചെയ്ത് വെക്കുക. മിന്ന് 0യും മാക്സ് 1 ആണെങ്കിൽ എവരി വാല്യൂ ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ഡെസിമൽ ബിറ്റ്വീൻ 0യ്ക്കും 1നും ഇടയ്ക്ക് വരും. ദാറ്റ് മീൻസ് മിൻ മാക്സ് അല്ലെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നോർമലൈസേഷൻ പ്രോസസ് ഇവിടെ നടത്താം. അതിനുള്ള ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻസ് ഒന്നും അത്ര നമ്മൾ അതായത് മിൻ ഈസ് ദി മാക്സിമം നമ്പറും മിൻ എക്സ് ഈസ് ദി മാക്സിമം, മാക്സ് എക്സ് ഈസ് ദി മിനിമം ലിമിറ്റും ആണെങ്കിൽ ആ ഒരു ഫോർമുല ജനറേറ്റ് ചെയ്തായിരിക്കും അവരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാൻ വേണ്ടി. അസ്യൂം ആറ്റ് ദി ആട്രിബ്യൂട്ട് റവന്യൂ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ആർ 1000ഉം 16,000 റെസ്പെക്റ്റീവ്ലി. ഡയഗ്രാം income of the 0, 1.0 range. For salaries, the value of 14,000 is converted to a minimum maximum standardization. അതായത് നമുക്ക് അങ്ങനെ ഒരു എന്താ ഒരു റവന്യൂ കണ്ടുപിടിക്കണം. അതായത് മിനിമം മാക്സിമം വെച്ച് തന്നിരിക്കുന്ന 1000, 14,000, 16,000 വെച്ചൊരു റവന്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ മിനിമം മാക്സിമം സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നത്? ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 14,000 മൈനസ് 1000 ബൈ 16,000 മൈനസ് 1000. അതായത് 1000 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂസ് 1000നും 16,000നും ഇടയ്ക്ക് നിൽക്കും. ദെൻ 14,000 ആണ് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ നമുക്ക് 13,000 ബൈ 15,000 കിട്ടും അല്ലേ. 1.0 മൈനസ് 0 പ്ലസ് 0 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് അല്ലാതെ തന്നെ 14,000 കുറച്ചാൽ 13,000 അല്ലേ. പിന്നെ 16,000 കുറച്ചാൽ 15,000 അല്ലേ. ദാറ്റ് ഈസ് 13,000 ബൈ 15,000 എന്ന് പറയുന്നത് 0.866 ആയിരിക്കും. ആ 3 പൂജ്യം 2 വെട്ടിക്കടയുക 13 ബൈ 15 എന്ന് പറയുന്നത് 0.866 ആയിരിക്കും. അങ്ങനെയായിരിക്കും നമുക്കിവിടെ മിൻ മാക്സ് നോർമലൈസേഷൻ കാണുക. അപ്പൊ 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സെറ്റ് ചെയ്തില്ലേ. അപ്പൊ 0യ്ക്കും 1നും ഇടയ്ക്കല്ലേ വന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും ഡാറ്റാബേസ് ചെയ്ത് നോർമലൈസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇസഡ് സ്കോർ നോർമലൈസേഷൻ ഉണ്ട്. ഇസഡ് സ്കോർ എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് വേരിയബിൾ എക്സ് ഇൻ ദി ഇസഡ് സ്കോർ നോർമലൈസേഷൻ or zero median normalization is uniform according to the mean of the x and the standard deviation. അതായത് അവിടെ മീൻ വാല്യൂ കാണുക. അതായത് ഇസഡ് സ്കോർ എന്ന ഒരു ഡേറ്റ പോയിന്റും ഒരു ഡേറ്റ സെറ്റും ശരാശരിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന ഒരു അളവാണ് ഇസഡ് സ്കോർ. അതായത് ഒരു ഡേറ്റ പോയിന്റ്, അതായത് ഏതെങ്കിലും ഒരു വാല്യൂസ് കാണും, അതും ഒരു ഡേറ്റ സെറ്റ്, അതിനകത്ത് കുറെ മീൻ വാല്യൂസും കാണും, അതിന്റെ ഡേറ്റ സെറ്റുകൾ കാണും. എന്നിട്ട് അതിന്റെ ശരാശരി, അതായത് അതിന്റെ മീൻ വാല്യൂ എടുക്കുക. മീൻ വാല്യൂ നമ്മൾ ഇന്നലെ എടുക്കുന്ന അല്ലെ, അതിനെല്ലാം കൂട്ടി ടോട്ടൽ നമ്പർ ഓഫ് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ മീൻ വാല്യൂ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു അളവാണ് ഇസഡ് സ്കോർ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതവിടെ കണ്ടുപിടിക്കുന്നത് എന്താ എന്തുകൊണ്ടോ v is equal to v minus x bar by delta of x എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. v എന്ന് പറഞ്ഞാൽ റോ വാല്യൂ ആയിരിക്കും, v ഡാഷ് എന്ന് പറയുന്നത് നോർമലൈസ് വാല്യൂ ആയിരിക്കും, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻസ് ഓഫ് ദി വാല്യൂസ് ആയിരിക്കും, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി വാല്യൂസ് ആയിരിക്കും. ഇതെല്ലാം വെച്ചായിരിക്കും നമ്മൾ ഇത് ഇസഡ് സ്കോർ നോർമലൈസേഷൻ കാണുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. എന്താ, സപ്പോസ് ദാറ്റ് ദി ആവറേജ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ആൻ ആട്രിബ്യൂട്ട് റവന്യൂ നമ്പർ are respectively 22,000ഉം 7,000ഉം ആണ്. In this case, ഇസഡ് സ്കോർ സ്റ്റാൻഡർഡൈസേഷൻ is the revenue of 42,000 is transferred to ഇസഡ് സ്കോർ. നമുക്ക് എങ്ങനെ 42,000 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മൊത്തത്തിൽ നമുക്ക് പറയുന്ന റവന്യൂ 42,000 ആണെങ്കിൽ 22,000 അതിൽ നിന്ന് കുറച്ചതിന് ശേഷം 7,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് v bar is equal to v dash is equal to v minus x bar by delta x എന്നുള്ള ഇക്വേഷൻസ് വെച്ച് നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2.85 ആയിരിക്കും ആൻസർ വരുന്നത്. ടു പോയിന്റ് 2.85 ആയിരിക്കും നമുക്ക് ഇതില് കണക്ട് ഇസഡ് സ്കോർ നോർമലൈസേഷൻ. അവിടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്താൽ മതി. 42,000 22,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 20,000 വഴി 7 എന്ന് പറയുന്നത് 2 പോയിന്റ് സംതിങ് വരും. നമുക്കറിയാലോ 7 3 21 അല്ലെ, 2.85 ആയിരിക്കും വരുന്നത്. അതായത് ഡെസിമൽ സ്കെയിൽ നോർമലൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ദി വേരിയബിൾസ് വാല്യൂസ് ബൈ ചേഞ്ചിങ് ദ ഡെസിമൽ പൊസിഷൻ. അതായത് ഡെസിമൽ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വേരിയബിൾസിന്റെ വാല്യൂസ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്ലൈങ് ദി നോർമലൈസേഷൻ വി നീഡ് ടു ഡിവൈഡ് വാല്യൂസ് ബൈ
1000 ഇട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ നമുക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ടെക്നിക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. നോർമലൈസേഷനകത്ത് മിൻ മാക്സും ഇസഡ് സ്കോറും അതുപോലെ ഡെസിമൽ സ്കെയിൽ നോർമലൈസേഷനും എന്താന്നുള്ളത്. ഡെസിമൽ സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി വേരിയബിൾസ് വാല്യൂസ് ചേഞ്ച് ചെയ്ത് ഡെസിമൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾസിന്റെ വാല്യൂസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. You can measure the number of points that decimal point is passed by the absolute maximum value of the x attribute. അത് ഒരു ഇക്വേഷൻ എടുത്ത് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്ലൈങ് ദി നോർമലൈസേഷൻ വി നീഡ് ടു ഡിവൈഡ് ഓൾ വാല്യൂസ് ബൈ 1000. നമുക്ക് ഈ നെറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വേറൊന്ന് കണക്ട് ചെയ്യുവാണേ. ഇപ്പൊ തന്നെ ആവുക കണക്ഷനെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അവിടെ നോക്കാം. അതായത് സപ്പോസ് ദി ഒബ്സർവ്ഡ് വാല്യൂസ് ഡിഫർ ബിറ്റ്വീൻ ദി ലോവസ്റ്റ് -486 and highest 417. The x meaning square is 486. In order to normalize the calculation by decimal scaling, each value must be divided by 1000 so that -486 standardization .486 and 417 to 0.417. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കുന്നത് പറഞ്ഞാല് നമുക്ക് കാൽക്കുലേഷൻസ് നോർമലൈസ് ആക്കുന്നതിന് ഡെസിബൽ സ്കെയിലിന് ഓരോ വാല്യൂവിനെയും നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാൽക്കുലേഷൻസ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഓരോ വാല്യൂവിനെയും നമ്മൾ അപ്പൊ 486 നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.486 വരും. പിന്നെ 417 നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ 0.417 വരും. അങ്ങനെ നമുക്ക് ഡെസിമൽ സ്റ്റാൻഡേർഡ് സ്കെയിലിൽ നോർമലൈസേഷൻ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇക്വേഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ അതിന്റെ പേര് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയായിരുന്നു നമുക്കിടെ യൂണിറ്റ് 8 പറയാനുണ്ടായിരുന്നത്. ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങിനെ കുറിച്ചും അതിന്റെ ടെക്നിക്സുകൾ, ഡാറ്റ ക്ലീനിങ്, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡാറ്റ ഇന്റഗ്രേഷൻ അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാവുന്നത് ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ റിഡക്ഷൻ. എന്താണ് ഡാറ്റ റിഡക്ഷൻ എന്നുള്ള 8.4. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഡേറ്റ ഇസ് റിഡ്യൂസ്ഡ് ടു മേക്ക് അനലൈസിസ് ഈസിയർ. ഡാറ്റ റിഡക്ഷൻ എന്ന് പറയും വോളിയം ഓഫ് ഡേറ്റയുടെ വോളിയം റിഡ്യൂസ് ചെയ്താൽ നമുക്ക് അനലൈസിസ് ഈസി ആക്കാൻ പറ്റുമെന്ന്. അതായത് സ്മോളർ ഇൻ ലെങ്ത് ആൻഡ് ദസ് മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് ദി ഒറിജിനൽ ഡേറ്റ. അതായത് നമുക്ക് ഡേറ്റയുടെ ലെങ്ത് കുറവാണെങ്കിൽ ആക്യുറസി കൂട്ടാൻ പറ്റും, ഒറിജിനാലിറ്റി കൂട്ടാൻ പറ്റും. ഇത് അല്ലെ നമുക്ക് അങ്ങനെ കുറെ ഇച്ചിരിയൊക്കെയുള്ള നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ സ്ലോ ആയി പോകത്തില്ലേ എന്ന് പറയുന്നവരേ ഉള്ളൂ. അപ്പൊ ഇത് റിഡ്യൂസ്ഡ് ഡാറ്റാ സെറ്റ് മൈനിങ് ക്യാൻ ബി മച്ച് മോർ എഫിഷ്യന്റ്. റിഡ്യൂസ്ഡ് ഡാറ്റാ സെറ്റ് ആണെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. സ്ട്രാറ്റജീസ് ഓഫ് ഡാറ്റ റിഡക്ഷൻ, ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ, സബ്സെറ്റ് ആട്രിബ്യൂട്ട്സ്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, റിഡക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഡിസ്ക്രീറ്റൈസേഷൻ ആൻഡ് കാറ്റഗറി ഹയറാർക്കി ജനറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡാറ്റ റിഡക്ഷൻ സ്ട്രാറ്റജീസ് പറയുന്നത്. അത് നമ്മൾ ഓരോ ഹെഡിങ്ങും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയണം. ഫസ്റ്റ് വൺ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് പറയാൻ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട്, പല പറഞ്ഞു. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സമ്മറൈസേഷൻ ഓഫ് ഡേറ്റയാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം data cube aggregation, where the data cube is created using aggregation operation. Data cube stores multi-dimensional information aggregated. Each cell stores in a multi-dimensional space of data value corresponding to the data point. അതായത് ഒരു ഡാറ്റ ക്യൂബില് ഒരു ഡാറ്റ ക്യൂബ് എന്നാന്നൊക്കെ നമുക്കറിയാം. പല ഡയമെൻഷനിൽ ഡാറ്റ കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡാറ്റ ക്യൂബ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു ഡാറ്റ ക്യൂബിന്റെ മൾട്ടിപ്പിൾ ലെയറുകളെ നമ്മൾ കണ്ടൻസ് ചെയ്ത്
മൾട്ടിപ്പിൾ ലെയറിൽ പല ഡയറക്ഷനിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ലെയറുകൾ നമ്മൾ കണ്ടൻസ് ചെയ്യുക മീൻസ് സംഗ്രഹിച്ച് കൂടുതൽ മാനേജ് ചെയ്യാവുന്ന രീതിയിലേക്ക് അല്ലെ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ഡേറ്റയെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ അഗ്രിഗേഷൻ. ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ ഡേറ്റയുടെ ഇന്റഗ്രിറ്റി നിലനിർത്തിക്കൊണ്ട് സ്മോൾ സ്പേസസ് ഡേറ്റ റെപ്രസെന്റ്. അതായത് ഡേറ്റയുടെ ഇന്റഗ്രിറ്റി ഒരിക്കലും കുറയ്ക്കുക, ഡേറ്റയുടെ സമഗ്രത നമുക്ക് വേണം, ഡേറ്റയുടെ ആ ഒരു വാലിഡിറ്റി നമുക്ക് കളയാതെ അത് നിലനിർത്തിക്കൊണ്ട് സ്മോളർ സ്പേസിൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുക, അതായത് സമ്മറൈസ് എടുക്കുമല്ലേ, അതിനാണ് നമ്മൾ ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ റിഡക്ഷൻ തന്നെയാണ് ഡേറ്റ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. Data cubes provides quick access to pre-computed summary data. This will support both online analytical analysis and data mining. The cube is available in 3 norms. അതായത് data combined to construct a database. Redundant noisy data ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഡേറ്റയെ ഒരു കമ്പൈൻ ചെയ്തൊരു ഡേറ്റ ക്യൂബിലോട്ട് ആക്കുകയാണ് ചെയ്യുന്ന ഡേറ്റ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് 3 തരത്തിൽ പറയാം: ബേസ് ക്യൂബോയിഡ്, ലാറ്റിസ് ക്യൂബോയിഡ്, അപ്പെക്സ് ക്യൂബോയിഡ്. നോക്കാം. അപ്പൊ ബേസ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 6 റെക്ടാങ്കുലർ ഫേസസ് വിത്ത് 8 വെർട്ടിസസ് ആൻഡ് 12 എഡ്ജസ്. അത് ഒരു 6 മുഖങ്ങളുള്ള ഒരു ചതുരം, റെക്ടാങ്കുലർ ആയിരിക്കും ക്യൂബോയിഡ്. അതിനകത്ത് 8 വെർട്ടിസസും 12 എഡ്ജസും കാണും. അതിന്റെ മുഖങ്ങളും സൈഡുകളും ഒക്കെ പറയുന്നത് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. അപ്പൊ ബേസ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാല് 3 ഡയമെൻഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ബേസ് ക്യൂബോയിഡ്. ദി ക്യൂബോയിഡ് ഈസ് ഓൾസോ കോൾഡ് ബേസ് ക്യൂബോയിഡ് അറ്റ്ലീസ്റ്റ് ഇൻ ഇറ്റ്സ് കോംപ്ലക്സിറ്റി. അതായത് 3 ഡയമെൻഷൻസ് വരുന്നത് കൊണ്ട് ഇതിന് നമുക്ക് ലോവസ്റ്റ് ലെവൽ ഓഫ് സമ്മറൈസേഷൻ ഉണ്ട്. സമ്മറൈസേഷൻ ഏറ്റവും ലോവസ്റ്റ് ലെവൽ മതി. ലാറ്റിസ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ക്യൂബ് തന്നെയായിരിക്കും. ഡീറ്റെയിൽസ് ഓഫ് ചാർട്ട് ഓഫ് ഡിഫറെന്റ് അബ്സ്ട്രാക്ഷൻ ലേയേഴ്സ് ആർ ഓഫൺ കോൾഡ് ഡേറ്റ ക്യൂബ്സ്. ഇനി അപ്പെക്സ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് സമ്മറൈസേഷൻ ആയിരിക്കും. അതായത് ക്യൂബേഴ്സ് ആൻഡ് അപ്പെക്സ് ക്യൂബോയിഡ് ഇസ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കോംപ്ലക്സിറ്റി. അതിന് കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. അതായത് ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കും അതിന് പല മുഖങ്ങളില്ലേ, ആ പല എഡ്ജസ് ഇല്ലേ. അപ്പൊ അവിടെയെല്ലാം ഡേറ്റകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതിനെ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അത് ബേസ് ക്യൂബോയിഡ് ആകാം, ലാറ്റിസ് ക്യൂബോയിഡ് ആകാം, അപ്പെക്സ് ക്യൂബോയിഡ് ആകാം. ഡേറ്റ ക്യൂബ് അഗ്രിഗേഷൻ നമ്മൾ നടത്തുന്നത് എന്തെന്ന് വെച്ചാൽ ഡയമെൻഷനാലിറ്റി കുറയ്ക്കുക, എന്നിട്ട് ഡേറ്റയെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഡേറ്റ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ നിന്നും ഒരു സിംഗിൾ റോയിലോട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ എടുക്കുക എന്നാണ് ഡേറ്റ അഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഡേറ്റ ക്യൂബ്സ് പെർ സെയില് 2018, 19, 20 എല്ലാം പല ഫേസസിലൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അത്രയും നോക്കിയാൽ നമുക്ക് അങ്ങനെ ഫുൾ ഡാറ്റാസ് അവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ എക്സാമ്പിളിലോട്ട് കിടക്കുന്നില്ല. നമുക്ക് അടുത്ത ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യാം. കാരണം അവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട് ഡേറ്റാസ്. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ സെക്കൻഡ് വൺ. അതായത് ഡേറ്റ റിഡക്ഷന്റെ അടുത്ത സ്ട്രാറ്റജിയാണ് ആട്രിബ്യൂട്ട് സബ്ജക്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഡേറ്റാ സെറ്റ് ഇൻക്ലൂഡ് എ വൈഡ് റേഞ്ച് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഡേറ്റാ സെറ്റിനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ടേബിൾ ഇട്ട് തന്നെ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സുകളാണ് വരുന്നത്. സം ഓഫ് ദം മേ ബി ഔട്ട്ഡേറ്റഡ് ഓർ റിഡൻഡന്റ്. However, the objective scaling of selecting attributes of subsets is to select a minimum number of attributes to lower data collection costs and to reduce loss of such unwanted attributes. എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ നമ്മുടെ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അതാണ് ഈ ഡാറ്റാ സെറ്റിനകത്ത്. അത് നമ്മൾ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് വിടുക, റിമൂവ് ചെയ്ത് വിടുക. അതാണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡേറ്റയെ നമ്മൾ റിഡക്ട് ചെയ്യുവാണ്. ഡേറ്റ മൈനിങ് പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റയുടെ ആട്രിബ്യൂട്ട്സിനെ റിഡക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ 3 രീതിയിൽ ചെയ്യാം. അതായത് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ, കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ, ഡിസിഷൻ ട്രീ ഇൻട്രൊഡക്ഷൻ. 4 രീതി നമ്മൾ ഡേറ്റയെ ആട്രിബ്യൂട്ടുകൾ സെറ്റ് ചെയ്യാന്നാ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ. സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ദി പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് എംപ്റ്റി ആട്രിബ്യൂട്ട്സ്. ഇതിനകത്ത് നമുക്ക് കുറെ എംപ്റ്റി ആട്രിബ്യൂട്ട്സ് എങ്കിലും വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു സബ്സെറ്റ് ആട്രിബ്യൂട്ട് സെലക്ഷനിലോട്ട് പോകത്തുള്ളൂ.
The most significant attributes with minimum p value are selected to add the minimal list. അതായത് ഒരു p വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. ഇത്ര കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇത്ര കുറവാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ് നടക്കുന്നത്. p വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആട്രിബ്യൂട്ട്സ് വിത്ത് p വാല്യൂ എബോ ഇത് വാല്യൂ ആർ ഡിസ്കാർഡ് നമ്മുടെ മേളത്തെ പാരഗ്രാഫ് കിടപ്പുണ്ട് p വാല്യൂവിനെ കുറിച്ച് കേട്ടോ. അതായത് നമുക്കൊരു നമ്മളിപ്പോ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. ഇത് ഇപ്പം 60 മാർക്ക് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ള 60% മാർക്ക് കുറവാണ് സ്കോളർഷിപ്പ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഒരു p വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ p വാല്യൂവിന് വെച്ചുകൊണ്ട് മിനിമം നമ്പർ ഓഫ് mg ആട്രിബ്യൂട്ട്സ് വെച്ചാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ p വാല്യൂ കുറഞ്ഞ ആട്രിബ്യൂട്ടുകൾ തിരഞ്ഞെടുത്ത് മിനിമം ലിസ്റ്റിലേക്ക് ചേർക്കുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് ഡിസിഷൻ എന്തായിരിക്കും? all attributes are considered here in the initial collection of attributes. In each iteration, one attribute is omitted from the set of attributes in p significance. അതും p വാല്യൂ ഉണ്ട്. ഇതെല്ലാം ആട്രിബ്യൂട്ടുകളെയും കൺസിഡർ ചെയ്തിട്ട് p വാല്യൂവിന് പ്രാധാന്യമുള്ള ആട്രിബ്യൂട്ടിന്റെ ലിസ്റ്റിൽ നിന്ന് ആ ഒരു ആട്രിബ്യൂട്ടിനെ ഒഴിവാക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ പറയുന്നത്. പിന്നെ കോമ്പിനേഷൻ പറയുന്നത് രണ്ടുമായിരിക്കും അല്ലെ. Phase by phase sorting and reverse exclusions are combined so that necessary attributes are selected more efficiently. This is most common way to collect attributes. അതായത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സോർട്ടിങ്ങും റിവേഴ്സ് എക്സ്ക്ലൂഷനും കമ്പൈൻ ചെയ്ത് ആവശ്യമുള്ള ആട്രിബ്യൂട്ടുകളെ നമ്മൾ കളക്ട് ചെയ്യുക. അതിനെ നമുക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. പിന്നെ ഡിസിഷൻ ട്രീ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോസസ് ഓഫ് ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസിഷൻ ട്രീ ഔട്ട്ലൈൻസ് എ പ്രോസസ് ഓഫ് data flow diagram in which each internal node denotes an attribute set. Every branch defines possible test results and each leaf node classify for ഒരു നമ്മളൊരു ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഓരോ ആട്രിബ്യൂട്ട് സെറ്റുകളിലെ നമ്മൾ ഓരോ നോഡുകളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ളതിനെ എടുക്കുകയും ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്ത പ്രോസസ്സിനാണ് ഡിസിഷൻ ട്രീ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് നോക്കുക ഇതില്. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. അടുത്തത് പറയുന്നത് അടുത്ത സ്ട്രാറ്റജി ഡേറ്റ റിഡക്ഷൻ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അത് പേര് തന്നെയുണ്ട്. എന്താ ഡയമെൻഷനാലിറ്റി എന്ന് പറയാൻ? ഡയമെൻഷൻ കുറയ്ക്കുക, അത്രയല്ലേ ഉള്ളൂ. അത് റെഡ്യൂസസ് ദി നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ്. ഇൻപുട്ട് വേരിയബിൾസ് അല്ലെ ഇൻപുട്ട് ഡാറ്റയുടെ ഒരു ഡാറ്റാ സെറ്റിലുള്ള ഇൻപുട്ട് ഡാറ്റയെ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസസ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഇൻ ദി ഡാറ്റാ സെറ്റ് ബിക്കോസ് അവിടെ നിൽക്കി ഈ ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്യുവാണേ, ഒരു മിനിറ്റ്. വൈഫൈ കട്ടാകും, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആണെങ്കിൽ ഇന്നിപ്പം നമുക്ക് കോട്ടയം ജില്ല റെഡ് അലേർട്ട് ആണെന്ന് അറിയാലോ, അതിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാലോ. എന്താണ് ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ റെഡ്യൂസസ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഇൻ ദ ഡാറ്റാ സെറ്റ് ബിക്കോസ് ലാർജ് ഇൻപുട്ട് വേരിയബിൾസ് പ്യുവർ പെർഫോമൻസ്. അതായത് ഇൻപുട്ട് വേരിയബിളിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് വന്നാൽ, ഇൻപുട്ട് മീൻസ് ഡാറ്റ വേരിയബിൾസ് വന്നാൽ അവിടെ പുവർ പെർഫോമൻസ് ആയിരിക്കും. അതായത് അവരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്നുണ്ട് ഒരു എക്സാമ്പിൾ വെച്ച്. ഇമെയിൽ ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാം. We have classified whether mail or spam or not. There is a wide range of features including whether the email has a generic title, email content, whether email is used for template. Both of these functions will overlap. ഇമെയിലിന്റെ വെച്ച് നമുക്കത് പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് മെയിലിനകത്ത് ഇപ്പൊ നമുക്കറിയാം പ്രൈമറി ഉണ്ട്, അതുപോലെ എന്താ 3-4 സ്റ്റെപ്പ് ഇങ്ങനെ, ഞാൻ പേരെ മറന്നുപോയി, കുഴപ്പമില്ല. പിന്നെ നമ്മൾ സൈഡിൽ സ്പാം അല്ലെ ജങ്ക് മെയിൽ അങ്ങനെ കുറെ വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത എല്ലാം ആയിട്ട് കയറി വരുന്നില്ല. അതിനെ വെച്ചൊരു എക്സാമ്പിളാണ് പറയുന്നത്, അതിന് ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷന്റെ കമ്പോണൻസ് ഫീച്ചർ സെലക്ഷനും ഫീച്ചർ എക്സ്ട്രാക്ഷനും. ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ, റാപ്പർ, എംബഡഡ്. അതായത് ഒറിജിനൽ വേരിയബിളുകളുടെയോ ഫീച്ചേഴ്സിന്റെയോ
അറേയുടെ ഒക്കെ ഒരു സബ്സെറ്റ് ഫൈൻ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊറിക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമാണ് ഫീച്ചർ സെലക്ഷൻ. അതായത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽട്ടർ, റാപ്പറോ എംബഡോ യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഫിൽട്ടർ റാപ്പർ അല്ലെ, റാപ്പ് ചെയ്യുക, അല്ലെ ഫിൽട്ടർ ചെയ്തെടുക്കുക, ആവശ്യമുള്ളതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എംബഡ് ചെയ്യുക, ഉള്ളതിനകത്തോട്ട് വേറെ അതിനെ കൊടുത്തു വെക്കുക. അങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ റിഡൻഡന്റ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനകത്ത് ഫീച്ചേർഡ് സെലക്ഷൻ പറയുന്നത്. ഇനി ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഉണ്ട്. എക്സ്ട്രാക്ഷൻ മീൻസ് നമുക്ക് ദിസ് ലിമിറ്റ്സ് ഡാറ്റ ടു എ ലോവർ ഡയമെൻഷൻ ഇൻ ടു എ ഹൈ ഡയമെൻഷണൽ സ്പേസസ് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡയമെൻഷൻസ്. അതായത് ഹൈ ഡയമെൻഷൻ സ്പേസിലുള്ള ഡേറ്റ നമ്മൾ ലോവർ ഡയമെൻഷൻ സ്പേസിലേക്ക് പരിമിതപ്പെടുത്തുക. അതിന് നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാം. PCA, LDA, GDA. PCA മീൻസ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലൈസിസ്, ലീനിയർ ഡിസ്ക്രിമിനന്റ് അനലൈസിസ്, ജനറലൈസ്ഡ് ഡിസ്ക്രിമിനന്റ് അനലൈസിസ്. അങ്ങനെ 3 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഫിഗർ ഒന്ന് നോക്കി. കാൾ പേഴ്സൺ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് മെത്തേഡ് വർക്സ് അണ്ടർ ദി കണ്ടീഷൻ that the data variance in the lower dimensional space is mapped to a data in a lower dimensional space. അതായത് ലോവർ ഡയമെൻഷണൽ സ്പേസിലെ വ്യത്യാസം ലോവർ ഡയമെൻഷണൽ ഡേറ്റയിലേക്ക് മാത്രം മാപ്പ് ചെയ്ത് കാണിക്കുക. അതാണ് നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനലൈസിസ് കൊണ്ട് പറയുന്നത്. ഓരോ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു കോമ്പാക്ട് ഡേറ്റ ആൻഡ് ഓൾസോ റിമൂവ്സ് ഡിസ്ക് സ്പേസ്. അതായത് ഡിസ്ക് സ്പേസ് കുറയ്ക്കുന്നതിന് ഡേറ്റയെ ഒന്നുകൂടെ ഒതുക്കി നിർത്തുന്നു. അപ്പൊ ഡിസ്കിന് സ്പേസ് കിട്ടൂല. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ടൈം ഓഫ് കാൽക്കുലേഷന്റെ സമയം കുറയ്ക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇഫ് എനി ടു എലിമിനേറ്റ് റിഡൻഡന്റ് ഫീച്ചേഴ്സ്. ദിസ് ക്യാൻ ബി ലീഡ് ടു സർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ഓഫ് ഡേറ്റയെ നഷ്ടപ്പെടുത്താനും പറ്റും. ഏത് ഈ ഒരു ഡയമെൻഷനാലിറ്റി റിഡക്ട് നമ്മളിപ്പോ ഡയമെൻഷൻസ് കുറയ്ക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ഡേറ്റ നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ പറയുന്നത്. അപ്പൊ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ. നെക്സ്റ്റ് ന്യൂമറോസിറ്റി റിഡക്ഷൻ. ന്യൂമറോസിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം. ഇൻ ദിസ് ടെക്നിക്ക് ഡേറ്റ റിഡക്ഷൻ ദാറ്റ് റീപ്ലേസസ് ദി ഒറിജിനൽ ഇൻഫോർമേഷൻ വിത്ത് എ സ്മോളർ കൈൻഡ് ഓഫ് ഡേറ്റ റെപ്രസെന്റേഷൻ. അതായത് വി സ്റ്റോർ only മോഡൽ ഓഫ് ഡേറ്റ ഇൻസ്റ്റെഡ് ഓഫ് എൻറ്റയർ ഡേറ്റ. അതാണ് നമ്മൾ ന്യൂമറോസിറ്റി. നമ്മൾ അവിടെ ഒറിജിനൽ ഡേറ്റ കൊടുക്കാതെ ഒരു സാമ്പിൾ ഡേറ്റ കൊടുക്കുക. അപ്പൊ നമുക്ക് അത് 2 രീതി നമുക്ക് പറയാം. പാരാമെട്രിക് മെത്തേഡ്സും നോൺ പാരാമെട്രിക് മെത്തേഡ്സും. അങ്ങനെ 2 രീതി കൊടുക്കാം. പാരാമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പാരാമെട്രിക് സിസ്റ്റം മോഡൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റ സിമുലേറ്റ് ചെയ്തുകൊണ്ട് പ്രോസസ് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ, അതായത് അന്നേരം ആക്ച്വൽ ഡേറ്റ അല്ല, അതിന് ശേഷമാണ് നമ്മൾ പാരാമെട്രിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് സാമ്പിൾ ഡേറ്റ കൊടുത്തുകൊണ്ട് പ്രോസസ് ചെയ്യുക. ഇനി റിഗ്രഷൻ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നോൺ പാരാമെട്രിക് അവിടെ പറയും. അതിനകത്ത് 2 മെത്തേഡുകൾ പറയുന്നുണ്ട് പാരാമെട്രിക്കിനകത്ത്. ടു കൺസിഡർ ദീസ് മോഡൽസ് റിഗ്രഷൻ ആൻഡ് ലോഗ് ലീനിയർ അപ്രോച്ചസ് ആർ യൂസ്. റിഗ്രഷനും ലോഗ് ലീനിയർ. റിഗ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ്. നമ്മളിപ്പോ പലതവണ പറഞ്ഞു റിഗ്രഷൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ്. അതായത് ഒരു വേരിയബിളിന് ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ്. ഒരു വേരിയബിളിന് അതുമായിട്ട് അല്ലെ വേറൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരിയബിളുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. C is equal to A+B, ദാറ്റ് ഈസ് റിഗ്രഷൻ. C is equal to A+B അല്ലെ A+B is equal to C എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിൾ അത് അവിടെ പറയുന്നത് Y is equal to X+B where the lines of slopes and Y intercepts determines A and B are regression coefficient ആയിട്ട് പറയാം. അത്രയേ ഉള്ളൂ അവിടെ പറയാൻ. അപ്പം റിഗ്രഷൻ എന്താണെന്ന് മാത്രം നോക്കുക. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ്. ഒരു വേരിയബിളിനെ നമ്മൾ ഒന്നോ അതിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുക. അപ്പം C is equal to A+B എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും വാല്യൂ C ഉണ്ട്. അപ്പം ബിയും സിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്, എയും സിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്. ആ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. പിന്നെ ലോഗ് ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാല് അതായത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ. അത് മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡൽ പാരാമീറ്റേഴ്സുകൾ ഇൻപുട്ട് വേരിയബിൾസിനെ എക്സ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുക. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ എക്സ്പോണന്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് വെക്കും അല്ലെ, അത് റിലേറ്റ് ചെയ്ത് വെക്കും. ഇവിടെ എക്സ്പോണന്റ് ആയിട്ട് പാരാമീറ്ററുകൾ ഇൻപുട്ട് വേരിയബിൾസിന്റെ എക്സ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെ വിഘടിച്ചു പോകല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു മോഡലാണ് ഏത് പാരാമെട്രിക് മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ നോൺ പാരാമെട്രിക് എന്ന് പറഞ്ഞാല് ദീസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ റെഡ്യൂസ്ഡ് data representation such as histograms, clusters, samples and aggregation of data queues. ഇത് സാധാരണ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാല് ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ തന്നെയാണ്. ഹിസ്റ്റോഗ്രാം കേട്ടിട്ടുണ്ടല്ലോ,
ക്ലസ്റ്റർ സാമ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ ഡാറ്റയെ കൊടുക്കാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ചാർട്ടാന്ന് അറിയാലോ. ഹിസ്റ്റോഗ്രാം ഈസ് എ ഫ്രീക്വൻസി ഓവർവ്യൂ ഓഫ് എ ഡാറ്റ. അതായത് ഒരു ചാർട്ടാണ് ദാറ്റ് ഡിസ്പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഇൻ എ റേഞ്ച്. ഒരു ചാർട്ട് മുഖേന നമുക്ക് ഹിസ്റ്റോഗ്രാം ആയിട്ട്, എക്സലിനകത്ത് ഹിസ്റ്റോഗ്രാം പഠിച്ചിട്ടില്ലേ, ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ക്ലസ്റ്ററിംഗ് ആയിട്ട്, ക്ലസ്റ്ററിംഗ് മീൻസ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഡാറ്റ ഇൻറ്റു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഡാറ്റ റിഡക്ഷൻ മെത്തേഡ് ആണ്. എ വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ ക്യാൻ റെപ്രസെന്റ് ഇൻ മച്ച് സ്മോളർ റാൻഡം സാമ്പിൾ. ഒരു സാമ്പിൾ ആയിട്ട് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ ഉണ്ടെന്ന ഒരു സബ്സെറ്റ് ആയിട്ട് കാണിക്കുന്നു. ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ. ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ മീൻസ് ഡാറ്റ ട്രാൻസ്ഫർ ടു എ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് മെഷേഴ്സ് ഫ്രം എ കോംപ്ലക്സ് സ്റ്റേജ്. അതായത് കോംപ്ലക്സ് സ്റ്റേജിൽ നിന്നുകൊണ്ട് റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ഓഫ് ഡാറ്റയെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ക്യൂബ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പാരാമെട്രിക് മെത്തേഡ്. ഇത്രയും ഉണ്ട് കേട്ടോ. പാരാമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ഉണ്ട്, ലോഗ് ലീനിയർ റിഗ്രഷൻ ഉണ്ട്. നോൺ പാരാമെട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോഗ്രാമ, ക്ലസ്റ്ററിങ്, സാമ്പിളിങ്, ഡാറ്റ ക്യൂബ് അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി പാരാമെട്രിക് മോഡലിനകത്ത് റിഗ്രഷൻ അനലൈസിസ്, അതിനകത്ത് പലതരത്തിലുള്ള റിഗ്രഷൻ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് അതുകൂടെ നോക്കാം. അതായത് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ്. നമ്മൾ ഒരു വേരിയബിളിനെ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്യുന്ന ടെക്നീക്കാണ് നമ്മൾ A+C=A+B. ഓക്കെ ആണത് അല്ലെ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ എങ്ങനെ പലതരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. റിഗ്രഷൻ അനലൈസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലീനിയർ ഉണ്ട്, ലോജിസ്റ്റിക്, പോളിനോമിയൽ, സ്റ്റെപ്പ് വൈസ്, റിഡ്ജ്, ലാസോ ആൻഡ് ഇലാസ്റ്റിക് നെറ്റ് റിഗ്രഷൻ. അങ്ങനെ പറഞ്ഞ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ലീനിയർ റിഗ്രഷൻ. ലീനിയർ എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിഡിക്റ്റ് ദി വാല്യൂ ഓഫ് എ വേരിയബിൾ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. അതായത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിഡിക്റ്റ് ദി വാല്യൂ. ഒരു വേരിയബിളിനെ കണ്ടുകൊണ്ട് നമ്മൾ വേറൊരു വേരിയബിളിന്റെ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യുക, നമ്മൾ പ്രവചിക്കുക. അതായത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുന്ന വേരിയബിളിനെ അറിയും, പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നതിനാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. എന്ന് പറയാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇപ്പൊ അവിടെ തന്നിട്ടില്ല. നമുക്ക് പറയാം, ഇപ്പം ഒരു കമ്പനിയുടെ സെയില് എല്ലാ മാസവും നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീനിയർ അനലൈസിസിലൂടെ നമുക്ക് പറയാൻ പറ്റും ഭാവി മാസങ്ങളിൽ നമുക്ക് ഇത്രയ്ക്ക് അവിടെ വരുമാനം വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇത്ര ശതമാനം അവിടെ വിൽപ്പന വരും നമുക്ക് പ്രവചിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ നിങ്ങളുടെ ഹൈറ്റ് അറിയാമെങ്കിൽ വെയിറ്റ് എനിക്ക് പ്രവചിക്കാൻ പറ്റും. ഇപ്പൊ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ആവറേജ് ഒരു 60 വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? അങ്ങനെ നമ്മൾ ഒരു വാല്യൂസ് വെച്ചോണ്ട്, ഒരു വേരിയബിൾ വെച്ചോണ്ട് വേറൊരു വേരിയബിളിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ്, പ്രവചിക്കുന്നതിനാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് എന്ന് കേട്ടിട്ട് എന്താ നമ്മൾ പറയില്ല, പ്രോഗ്രാം പഠിക്കുമ്പോൾ ലോജിക്ക് വേണമെന്ന് പറയാറില്ലേ? എന്താ ലോജിക്ക്? അതായത് നമ്മളത് ചിന്തിക്കുക, ഇങ്ങനെയാണോ അങ്ങനെയാണോ അല്ലെ, നമുക്ക് ലോജിക്ക് വേണമെന്ന് പറയും. അതായത് ഇവിടെ ലോജിക്ക് റിഗ്രഷനും അതേ ഉള്ളൂ. ട്രൂ ഓർ ഫോൾസ് യൂസ് ചെയ്തുകൊണ്ട്, ശരിയോ തെറ്റോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാർജ് റേഞ്ച് ഓഫ് വാല്യൂസിൽ നിന്നുകൊണ്ട് ഡേറ്റയെ സോർട്ട് ചെയ്യുക. ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ആ കൺസെപ്റ്റ്, അതായത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ലാർജ് ഡേറ്റയിൽ നിന്നുകൊണ്ട് നമ്മൾ ഡേറ്റയെ സോർട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മളിവിടെ ഇപ്പൊ പ്രോബബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുകയല്ലേ? പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മോഡലിംഗ് പ്രോബബിലിറ്റി ഓഫ് എ ഡയറക്റ്റ് ഔട്ട്കം ഗിവൺ ഇൻപുട്ട് വേരിയബിൾ. അതായത് മോസ്റ്റ് കോമൺ ബൈനറി ഔട്ട്കം അല്ലെ? നമുക്കിപ്പം സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മള് അതായത് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും ആ ഒരു ലോജിക്കൽ റിഗ്രഷനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ പോളിനോമിയൽ ഉണ്ട്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ ഓഹരികളില്ലേ, ഓഹരി വിലയുടെ ഒരു അനലൈസിസ് ആണ്. ഷെയർ മാർക്കറ്റിംഗ് എന്ന ഓഹരി എന്നൊക്കെ നമ്മൾ കേട്ടില്ല, അതിന്റെ ഒരു അതിനെ നമുക്ക് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ പോളിനോമിയൽ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അതായത് അനലൈസ് ചെയ്യുന്നത്, അതായത് സ്റ്റോക്ക് പ്രൈസും സമയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്
ഒക്കെ നോക്കിയല്ലേ അത് അങ്ങനെ ഈ ഓഹരി വിപണിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് അതൊരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് എക്സും വൈയും തമ്മിലുള്ള വാല്യൂസ് എടുത്തുകൊണ്ട് അതെല്ലാം പ്രിഡിക്റ്റ് ചെയ്യുക. ഔട്ട്കം വേരിയബിൾസ് തമ്മിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ ആണ്. സ്റ്റെപ്പ് വൈസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ പ്രൊഡക്റ്റീവ്, എല്ലാം പ്രൊഡക്റ്റീവ് മോഡലാണ് കേട്ടോ, എല്ലാം പ്രൊഡക്റ്റീവ് മോഡൽ ടു ബാലൻസ് റിഗ്രഷൻ മോഡൽസ്. ഇറ്റ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്കലി. അതായത് ഇത് വേരിയബിൾസ് ഈസ് ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് കളക്ഷൻ ഫോർ ഈച്ച് പോയിന്റ്. അതായത് നമുക്കിപ്പം ഐട്രേറ്റീവ്ലി എക്സാമിൻ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻ എ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്. ഒരു ലീനിയർ റിഗ്രഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയുണ്ട് നമ്മളത് ഐട്രേറ്റ് ചെയ്ത് എക്സാമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ. പിന്നെ റിഡ്ജ് എക്സ്പ്രഷൻ ഉണ്ട്. റിഡ്ജ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ, ഇപ്പൊ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് പരിശോധിക്കുന്ന മെത്തേഡാണ്. ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെയും ഓരോ വേരിയബിൾസിനെയും സ്ഥിതി വിവര കണക്കുകളൊക്കെ നമ്മൾ നോക്കുക, എങ്ങനെയാണ് അതിന്റെ ഓരോ വേരിയബിൾസിനും വരുന്നത്, അത് പരിശോധിക്കുന്ന രീതിയാണ് റിഡ്ജ് റിഗ്രഷൻ. പിന്നെ ലാസോ റിഗ്രഷൻ ഉണ്ട്. ലാസോ റിഗ്രഷൻ എന്ന് പറഞ്ഞാല് റെഗുലറൈസേഷൻ സോഫ്റ്റ്, അതായത് റെഗുലറൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ കൃത്യമായി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക. പ്രൊഡക്ഷന് ഈ റിഗ്രഷൻ നമുക്ക് ഉപയോഗം കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഈ മാർക്കറ്റിംഗ് ഒക്കെ അങ്ങനല്ലേ, ഭാവിയിൽ ഇന്നിപ്പോ ഇങ്ങനെയാണ് ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെയല്ലേ പ്രവചിച്ചു വെക്കുന്നത്. അപ്പൊ ആ ഒരു റെഗുലറൈസേഷൻ ടെക്നിക്കിനെ അത് പറയുന്നത്. അതായത് കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്ന ഒരു റിഗ്രഷനാണ് ലാസോ റിഗ്രഷൻ. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മുടെ പ്രായം, BMI, ജെനറ്റിക് മാർക്കേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന രോഗിയുടെ ഡേറ്റയെ അടിസ്ഥാനമാക്കി വേണമെങ്കിൽ രോഗം നമുക്ക് അതിന്റെ അടിസ്ഥാനമായി പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റത്തില്ലേ. ഒരാളുടെ പ്രായവും അയാളുടെ ബോഡി മാസ് ഇൻഡെക്സും ജെനറ്റിക് മാർക്കറും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഡോക്ടേഴ്സിലായിരിക്കും അവർ ഇന്നിപ്പം ഒരു എന്തെങ്കിലും സിംറ്റംസ് കൂടെ കണ്ടാൽ ഇന്ന രോഗമാണോ അല്ലെ, അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും തരത്തിലുള്ള റിഗ്രഷനാണ് ലാസോ റിഗ്രഷൻ. പിന്നെ ഇലാസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് ദി ക്രിയേഷൻ ഓഫ് വെക്ടർ മെഷീൻസ്, മെട്രിസസ് ആൻഡ് പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ. അതായത് എന്താ, എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസും അവരുടെ സാലറിയും തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് റിഗ്രഷൻ അതിന് സമ്മറൈസ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിപ്പോ ടീച്ചിങ് ഫീൽഡ് ആയിട്ട് പറയണ 17 വർഷമായി. അപ്പം നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സാലറിയും നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു കണക്ഷൻ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് അല്ലെ, അങ്ങനെ എടുക്കുന്നത് നമുക്ക് അങ്ങനെ അപ്പൊ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഡാറ്റയെ സമ്മറൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഞങ്ങളുടെ കോളേജിലാണ് ഇപ്പൊ എത്രയോ സ്റ്റാഫുകളുണ്ട്, ഇപ്പൊ ഇത്രയും വർഷം ജോലി ചെയ്യുന്നവരെ. അപ്പൊ അവരുടെ സാലറിയും അവരുടെ എക്സ്പീരിയൻസ് നോക്കിക്കൊണ്ട് അവരുടെ സാലറി ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യാം. അതായത് അങ്ങനെ സമ്മറൈസ് ചെയ്ത് നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ. അതായത് ലാസ്റ്റ് ഡേറ്റ റിഗ്രഷൻ സ്ട്രാറ്റജിക്കകത്തെ ലാസ്റ്റ് സ്ട്രാറ്റജിയാണ് ഡേറ്റ ഡിസ്ക്രിമിനേഷനകത്ത് പിന്നെയും സബ് വരുന്നുണ്ട് കേട്ടോ, ഹിസ്റ്റോഗ്രാം അനാലിസിസ് ഒക്കെ. അതായത് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയ അളവിലുള്ള ഡേറ്റയെ നമ്മൾ ചെറുതാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ നമുക്ക് മാനേജ്മെന്റും ഇവാലുവേഷനും ഒക്കെ ഈസി ആക്കാൻ പറ്റും. വലിയ അളവിൽ ഡേറ്റ നമ്മൾ ചെറുതാക്കി വരിക. അപ്പം ഡേറ്റ ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്സ് മേ ബി യൂസ്ഡ് ടു ഡിവൈഡ് ഇൻ ദി കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻടു ഇന്റർവൽസ് ടു മിനിമൈസ് ദി നമ്പർ ഓഫ് വാല്യൂസ് ഫോർ എ ഗിവൺ കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട്. ഡേറ്റ ഡിസ്ക്രിമിനേഷനും 3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ലീഡ്സ് ടു എ കൺസൈസ്, ഈസി ടു യൂസ്, നോളജ് ലെവൽ റെപ്രസെന്റേഷൻ ഓഫ് മൈനിങ് റിസൾട്ട്. അങ്ങനെ 3 രീതിയിലുള്ള, അതായത് കണ്ടിന്യൂസ് ഡേറ്റയെ നമ്മൾ ഷോർട്ട് ആക്കി ട്രാൻസ്ഫർ ചെയ്യുവാണ് ഡേറ്റ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ഡേറ്റയെ ഷോർട്ട് ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ ഡേറ്റയെ ചെറുതാക്കി എടുക്കുക എന്നുള്ളത്. അത് സാധാരണ നോക്കുന്നത് സൂപ്പർവൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്, ടോപ്പ് ഡൗൺ ഉണ്ട്, ബോട്ടം അപ്പ് ഉണ്ട്. അതൊക്കെ അവിടെ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടില്ല. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ ഏതൊക്കെയാന്ന് പറയാം, അതൊന്ന് നോക്കിയേക്കാം. കൺസെപ്റ്റ്: ബിന്നിങ്, ഹിസ്റ്റോഗ്രാം അനലൈസിസ്, എൻട്രോപ്പി ബേസ്ഡ്,
ഇന്റർവൽ മെർജിങ്, ക്ലസ്റ്റർ അനലൈസിസ്, അത്രയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റിയ ഡിസ്ക്രിമിനേറ്റേഷൻ, അത് പറയാൻ പറ്റിയ ടെക്നിക്സുകൾ. ഒന്ന് ബിന്നിങ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, ബിന്നിങ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, കട്ടിംഗ് ടെക്നിക്സ് ആണെന്ന് പറഞ്ഞു. ഒരു ബിന്നർ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്മൂത്തിങ്ങും ബൗണ്ടറിയും ഒക്കെ ചെക്ക് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഹിസ്റ്റോഗ്രാം അനലൈസിസ് ഉണ്ട്. അതായത് ഹിസ്റ്റോഗ്രാം അനലൈസിസ് അൺഎക്സ്പെക്ടഡ് ഡിസ്ക്രിറ്റൈസേഷൻ, അതായത് ഒരു വലിയ ഡാറ്റ റിഡക്ഷൻ മേഖല യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഹിസ്റ്റോഗ്രാം അനലൈസിസ്. അതായത് നമ്മളൊരു ചാർട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഡാറ്റ റിഡക്ഷൻ എങ്ങനെ നടത്താൻ പറ്റും. ഇറ്റ് ഈസ് എ ബാർ ഗ്രാഫ് ലൈക്ക് റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ബക്കറ്റ്സ് എ റേഞ്ച് ഓഫ് ക്ലാസസ് ഇൻ ടു കോളംസ് along with ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്സിസും കാണും, കുറെ ഡേറ്റകളും കാണും. അതിൽ നിന്നോട് നമ്മളൊരു അതായത് ഗ്രാഫ് പോലെ, ബാർ ഗ്രാഫോ ആ ഒരു പോലെ നമ്മൾ ഡേറ്റ അനലൈസിസ് ചെയ്തതാണ് ഹിസ്റ്റോഗ്രാം അനലൈസിസ് എന്ന് പറയുന്നത്. പിന്നെ എൻട്രോപ്പി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസ്ക്രിറ്റൈസേഷൻ മെഷേഴ്സ്. എൻട്രോപ്പി ഡിസ്ക്രിറ്റൈസേഷൻ ഈസ് എ മാനുവൽ ടോപ്പ് ഡൗൺ സെപ്പറേഷൻ ടെക്നിക്ക്. അതായത് ഒരു സൂപ്പർവൈസ്ഡ് ടോപ്പ് ഡൗൺ സ്പ്ലിറ്റിംഗ് അപ്രോച്ച് ആയിരിക്കും എൻട്രോപ്പി. ടോപ്പ് ഡൗൺ ആയിരിക്കും, സൂപ്പർവൈസ്ഡ് സ്പ്ലിറ്റിംഗ് അപ്രോച്ച് ആയിരിക്കും. അതായത് നമ്മൾ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടാണ് അത് റിഡക്ഷൻ നോക്കുന്നത്. എൻട്രോപ്പി ഒരു സയന്റിഫിക് കൺസെപ്റ്റ് ആണ്. അതായത് അതൊരു ഡിസോർഡർ റാൻഡംനെസ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സയന്റിഫിക് പ്രോസസ് ആണ് എൻട്രോപ്പി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് ആ സെന്റൻസ് എന്താണെന്ന് മാത്രം നോട്ട് ചെയ്ത് പോകാം. പിന്നെ ഇന്റർവൽ മെർജിങ് ബൈ x⁻² അനലൈസിസ് ഉണ്ട്. അതായത് അതെന്ന് പറഞ്ഞാൽ ചി സ്ക്വയേർഡ് ടെസ്റ്റ്. ചി ബ്ലെൻഡ്സ് ദി ഫാസ്റ്റസ്റ്റ് വേ ടു പിക്ക് ദി ഫിനസ്റ്റ് എന്ന് പറയുന്നുണ്ടോ. അതായത് ചി സ്ക്വയേർഡ് ടെസ്റ്റിനെയാണ് നമ്മൾ x⁻² അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു അനലൈസ് കാറ്റഗറിയൽ ഡാറ്റ. കാറ്റഗറിയൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ കൊടുക്കുക. അപ്പൊ കാറ്റഗറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോർട്ടഡ് ഡാറ്റ ഇൻടു ഡിസ്റ്റിങ് കാറ്റഗറീസ്. പല കാറ്റഗറി വരുന്ന ഡാറ്റ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോർട്ട് ചെയ്ത ഡാറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന് വേണ്ടി അതായത് ടു കമ്പയർ ഒബ്സർവ്ഡ് ടു ഡാറ്റ ഇൻടു എക്സ്പെക്ടഡ് ഡേറ്റ്. അതായത് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്നേ ഉള്ളൂ. ഇതിന് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഡാറ്റയ്ക്കകത്ത് നിന്ന് അട്രിബ്യൂട്ട്സ് എടുത്ത് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് അത് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ക്ലസ്റ്റർ അനലൈസിസ് ഉണ്ട്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാറ്റാ സെറ്റിനുള്ളിൽ നാച്ചുറലി ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നതിനെ നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് പറയും. ഞാൻ ഇന്നലെ കളറൊക്കെ വെച്ച് പറഞ്ഞില്ലേ, ഡോട്ടഡ് ലൈൻസ് ഇട്ട്, അല്ല ഒന്നുമായിട്ട് ഡിപ്പെൻഡ്. ഇപ്പൊ 5-6 കളർ ഉണ്ട്. റെഡ് എല്ലാം ഒരു ഭാഗത്ത് വന്നു, ബ്ലൂ എല്ലാം ഒരിടത്ത് വന്നു, യെല്ലോ എല്ലാം ഒരിടത്ത് വന്നു, നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഒരെണ്ണ ഉള്ളതിന് ഔട്ട്ലെയർ ആയിട്ട് പറയുന്നത് ഞാൻ ഇന്നലെ ഫിഗറിൽ കാണിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റൈസേഷനകത്തെ അനലൈസ് ചെയ്യാം. ക്ലസ്റ്റർ അനലൈസിസ് ഇസ് എ ട്രഡീഷണൽ ടെക്നിക്ക് ഓഫ് ഡിസ്ക്രീറ്റൈസേഷൻ. അതിൽ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമുക്കിപ്പം മാർക്കറ്റിൽ പല കസ്റ്റമേഴ്സിന്റെ ഗ്രൂപ്പ് കാണുമല്ലോ. അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് അവയെ നമുക്ക് അനലൈസ് ചെയ്യാൻ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്ന നമുക്ക് ഏജിന്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവരുടെ റൂറൽ ഏരിയ ആണോ സബ് ഏരിയ ആണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ വെച്ച് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഗ്രൂപ്പായിട്ട് തിരിക്കത്തില്ല. അതിന് നമ്മൾ ക്ലസ്റ്റർ അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 7 മൂവ് ചെയ്യാം. യൂണിറ്റ് 7 എന്ന് പറയുന്ന മൈനിങ് റിക്വയർമെന്റ് പാറ്റേൺ ആൻഡ് അസോസിയേഷൻസ്. ഡേറ്റ മൈനിങ് റിക്വയർമെന്റ് ആൻഡ് അസോസിയേഷനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. എന്താണ് അസോസിയേഷൻ റൂൾ എന്ന്? അതായത് ഈ അസോസിയേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെറിയ ക്ലാസ്സിലല്ല, നമ്മളിപ്പം PCI ഒക്കെ പഠിച്ചിട്ടുണ്ട് അസോസിയേഷൻ റൂൾ അല്ലെ. എക്സ് അസോസിയേഷൻ വൈ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് എന്താ അസോസിയേഷൻ എന്നുള്ളതിനെ പെട്ടെന്ന് ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഒരു റിലേഷൻ അല്ലെ കണക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 2 വേരിയബിൾസ് ഉണ്ട്, ആ വേരിയബിൾസ് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സ് ആൻഡ് വൈ ഇവ തമ്മിലുള്ള റിലേഷനിലെ കണക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ബേസിൽ നടത്തുന്ന മൈനിങ് ആണ്. അതായത് ആ ഒരു അസോസിയേഷൻ റൂളിന്റെ ബേസിൽ നമ്മളെടുത്തുന്ന ഒരു മൈനിങ് നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ് തന്നെയാണ് ഡാറ്റ മൈനിങ്. ആ മൈനിങ്ങിനെയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ
അസോസിയേഷൻ റൂൾ മൈനിങ്ങിന് ഏറ്റവും നല്ല എക്സാമ്പിൾ 9.3 കിടത്തിരിക്കുന്നുണ്ടോ, മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് എന്ന് കണ്ടോ. അതാ ഏറ്റവും നല്ല അനലൈസിസ് 9.3 അസോസിയേഷൻ റൂളിന്. അവിടെ ഒരു മാർക്കറ്റ് അനലിസ്റ്റ് നിൽക്കുന്നത് കണ്ടോ, ഒരു ഫിഗർ കണ്ടില്ലേ? അതിൽ എന്താ ചിന്തിക്കുന്നത്? വിച്ച് ഐറ്റംസ് ആർ ഫ്രീക്വന്റ്ലി പർച്ചേസ്ഡ് ടുഗദർ ബൈ മൈ കസ്റ്റമേഴ്സ്. ആ ഒരു അനലിസ്റ്റ്, അതായത് ഒരു ഷോപ്പ് ഓണർ ആയിരിക്കും. ആ ഷോപ്പ് ഓണർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഏത് ഐറ്റമാണ് എന്റെ കസ്റ്റമർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതായത് ആയുടെ ഷോപ്പിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മിൽക്ക്, ബ്രെഡ്, സെറില്, ഷുഗർ, എഗ്, ബട്ടർ, ഇത്രയും കാര്യങ്ങളായിരിക്കും അയാൾ ഷോപ്പിൽ റെഗുലർ ആയിട്ട് വിറ്റ് പോകുന്ന സാധനങ്ങൾ. അപ്പം അതിൽ കുറച്ച് ഇപ്പം ഒരു 5 കസ്റ്റമർ വന്നെന്ന് ഓർക്കുക. 5 കസ്റ്റമറിൽ കസ്റ്റമർ 1 വാങ്ങിച്ച മിൽക്കും ബ്രെഡും സെറിലുമാണ്. കസ്റ്റമർ 2 വാങ്ങിച്ച മിൽക്കും ഷുഗറും ബ്രെഡ് വെക്കുവാണ്. കസ്റ്റമർ 3 വാങ്ങിച്ച മിൽക്കും ബ്രെഡും ബട്ടറുമാണ്. കസ്റ്റമർ N വാങ്ങിച്ചത് ഷുഗർ വെക്കുവാണ്. അപ്പൊ ഇവ എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അയുടെ വരുമാനം എങ്ങനെ കൂട്ടാം? ആ ഷോപ്പ് ഓണർക്ക് നോക്കുവാണ്, ഇന്ന ഒരാള് കയറി ഒരു സാധനം മേടിച്ചാല് അപ്പൊ ഏതായിരിക്കും സാധനം കൂടുതൽ വിറ്റ് പോകുന്നത്. അതിനെയാണ് നമ്മൾ ഈ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് പാറ്റേൺ നന്നായി മനസ്സിലാക്കി സെയിൽസ് വർധനവ് കാണിക്കുന്നതിന് റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ മൈനിങ് പ്രോസസ് ആണ് ഏത് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. കാര്യം മനസ്സിലായല്ലോ? കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് നമുക്കറിയാം. നമ്മളിപ്പോ കടയിൽ പോയി സ്ഥിരം ഏത് സാധനം, നിങ്ങൾ എല്ലാവരും കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നവരായിരിക്കും അല്ലെ? അപ്പൊ ഏത് സാധനമാണ് കൂടുതൽ വാങ്ങിക്കുന്നതെന്ന് നോക്കിയിട്ട്, അല്ലെ നമ്മൾക്കറിയാം ഇന്ന കടയിൽ ചെന്നാൽ ഇന്ന സാധനം കിട്ടും, അപ്പൊ നമ്മൾ ആ കടയിലോട്ട് തന്നെ പോവുകയല്ലേ. അല്ലെ വേറൊരു കടയിൽ ചെന്നാൽ ആ സാധനം ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ കടയിൽ ചെന്നാൽ എല്ലാ സാധനവും വാങ്ങിക്കാൻ പറ്റും. ഞാനിപ്പോ പോയി മിൽക്ക് വാങ്ങിക്കുവാണെങ്കിൽ മിൽക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ബ്രെഡ് വാങ്ങിക്കും. ബ്രെഡ് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗീ വാങ്ങിക്കും, അല്ലെ ബട്ടർ, അല്ലെങ്കിൽ എന്റെ എഗ്, എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കും ഇല്ലേ? അപ്പൊ അത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനെ കാണിക്കാനാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ്. അതാണ് അസോസിയേഷൻ റൂൾ മുഖേന എങ്ങനെയാണ് ഡേറ്റ അനലിസ്റ്റുകൾ അത് അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്നാന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ നമ്മളിപ്പം ഒരു ഷോപ്പിലോട്ട് ഇപ്പൊ ചെന്നാല് അവിടെ നമ്മള് ബ്രെഡ് ഇരിക്കുന്നിടം നോക്കി ബ്രെഡ് വാങ്ങിച്ചു. ബ്രെഡ് വാങ്ങിച്ചതിന് ശേഷം ബ്രെഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും ബട്ടറോ ഗീയോ ഒക്കെ വാങ്ങിക്കാറുണ്ട്, അല്ലെ എഗ്ഗോ അല്ലേ. പക്ഷെ ആ ബ്രെഡിന്റെ കൂടെ ചിലപ്പോൾ എഗ്ഗ് വെക്കണമെന്നില്ല. എഗ്ഗ് ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കൊണ്ട് വെക്കുന്നത്. അതെന്താണ് അങ്ങനെ കൊണ്ട് വെക്കുന്നത്? സോ കസ്റ്റമർ ക്യാൻ ടേക്ക് അതർ ഐറ്റംസ് ഓൺ. അതായത് നമ്മൾ ബ്രെഡ് വാങ്ങിച്ച ശേഷം എനിക്ക് പിന്നെ മുട്ടയാ വേണ്ടത്, അല്ലെ പാലാ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് എടുത്ത് കൈ പിടിച്ചു, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത് കൊണ്ട് ആ ബാസ്ക്കറ്റിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ബ്രെഡ് എടുത്ത ശേഷം പിന്നെ എനിക്ക് പാല് വേണം. അപ്പൊ പാല് നോക്കി നമ്മൾ ഇങ്ങനെ പോവുക, അല്ലെ ബ്രെഡ് ബട്ടർ നോക്കി പോവുകയാണെങ്കിൽ അതിനിടയ്ക്ക് കുറെ സാധനങ്ങൾ വെച്ചിരിക്കും. അവിടെ നിന്നുകൊണ്ട് അതാണ് ഇത് ബിസിനസ് മൈൻഡ് അല്ലെ. അവിടെ നിന്നിട്ട് അപ്പൊ നമ്മൾ അത് നോക്കി എടുക്കുക. വേറൊരു സാധനം അന്വേഷിച്ചായിരിക്കും നമ്മൾ പോയത്, പക്ഷെ ഇതിനിടയ്ക്കത്തെ ഈ സാധനം നമ്മൾ എടുക്കുക. അതാണ് എന്ത് ഷോപ്പ് ഓണർ ആ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചാണ് ഇത് അതിനെ അങ്ങേറ്റത്ത് കൊണ്ടുവരുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ വെക്കത്തുള്ളൂ. ബ്രെഡിന്റെ കൂടെ എപ്പോഴും മിൽക്ക് വെക്കണമെന്നില്ല. ഇത് തമ്മിൽ കണക്ഷൻ ആണ്. അതായത് പാല് വാങ്ങിക്കുന്ന ആള് ചായയുടെ കൂടെ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയായിരിക്കും അതുണ്ടോ നോക്കുന്നത്. പക്ഷെ പാല് വാങ്ങിച്ചതിന് ശേഷം നോക്കുമ്പോൾ ബ്രെഡ് വേറെ പ്ലേസിലായിരിക്കുന്നത്, ബ്രെഡ് അതിന്റെ കൂടെ വെക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഷോപ്പ് ഓണർക്ക് അറിയാം അതതിന് തൊട്ടടുത്ത് വെച്ച് ആ 2 വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങും. അതേസമയം നമ്മളിങ്ങനെ നടന്ന് നോക്കി ആ പാലെടുക്കാൻ പോകുന്ന സമയത്ത് വേറെ ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ അതോടെ ക്യാച്ച് ചെയ്ത് എടുക്കുവാണെങ്കിൽ അവിടെയല്ലേ ബിസിനസ് കൂടുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള റൂളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് അസോസിയേഷൻ റൂൾ മൈനിങ് പറയാം. ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കേ. 9.2ന്റെ മുകളിൽ ടേബിൾ കിടപ്പില്ലേ? അല്ല നമ്മൾ ആ ഇക്വേഷൻ മുഴുവൻ അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ടേബിളിനെ വെച്ച് ഞാൻ പറയാം. ടേബിൾ നോക്കി, ട്രാൻസാക്ഷൻ ഐ ഡി 1 2 3 4 5 ട്രാൻസാക്ഷൻ ഐ ഡി, മിൽക്ക്, ബ്രെഡ്, ബട്ടർ, ബിയർ, ഇത് 4ഉം. ഇപ്പം ഞാൻ പറയാം, അവിടെ ഞാൻ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പ് ഓണർ ആണെങ്കിൽ അവിടെ 5 പേര് വന്ന് സാധനം വാങ്ങിച്ചു. 5 പേര് വാങ്ങിച്ചതിനകത്ത് 5 പേര് വാങ്ങിച്ചതിനകത്ത് ഈ ഒരു കണക്ക് നോക്കുക. മിൽക്കും ബ്രെഡും ബട്ടറും ബിയറും ആരൊക്കെ വാങ്ങിച്ചു? ഒന്നാമത്തെ കസ്റ്റമർ മിൽക്കും ബ്രെഡും മാത്രമേ വാങ്ങിച്ചുള്ളൂ, ബട്ടറും ബിയറും വാങ്ങിച്ചില്ല. രണ്ടാമത്തെ കസ്റ്റമർ ബട്ടർ മാത്രം വാങ്ങിച്ചോണ്ട് ഇറങ്ങി.
മൂന്നാമത്തെ കസ്റ്റമർ ബിയർ മാത്രം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. നാലാമത്തെ കസ്റ്റമർ മിൽക്കും ബ്രെഡും ബട്ടറും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. അഞ്ചാമത്തെ കസ്റ്റമർ ബ്രെഡ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. ആ 1 എന്നുള്ളത് നമ്മൾ വാങ്ങിച്ചതായിട്ട് കണക്കാക്കുക. ബാക്കി 0 എന്നുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ആ ടേബിൾ മനസ്സിലായോ? ഇനി മനസ്സിലായി ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാത്തോടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് അസോസിയേഷൻ റൂൾ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അതിന് 3 ടെക്നിക്സ് ആണ് ഉള്ളത്. സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ്. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഓഫ് അസോസിയേഷൻ റൂൾ മൈനിങ്ങിനകത്ത് സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടോ 9.2-നകത്ത് സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ്. അവിടെ നമ്മൾ എനിക്ക് അസോസിയേഷൻ റൂൾ ലേണിംഗ് വർക്ക്സ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് ഈഫ് എൽസ് വെച്ച വർക്ക് ചെയ്യുന്നത്. ഈഫ് എൽസ് നമുക്കറിയാം അല്ലെ? ഇത് നമ്മൾ സി പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഈഫ് ആണെങ്കിൽ ഇന്നതാണെങ്കിൽ ഇന്നത്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ പാർട്ടിലോട്ട് പോവുക എന്ന് പറഞ്ഞ് നമ്മൾ ഡിസിഷൻ എടുത്ത് പോകാറില്ലേ എന്ന് പറയുന്ന പോലെ ഈഫ് എൽസ് വെച്ച പറയുന്നത്. ഈഫ് ഇന്നതാണെങ്കിൽ ആന്റിസിഡന്റും, നോ ആണെങ്കിൽ ദെൻ ആണെങ്കിൽ കോൺസിക്വന്റും നമുക്ക് പറയാൻ പറ്റും. അതിന്റെ സിമ്പിൾ അവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ഇങ്ങനെ ഡബിൾ ആരോ മാർക്ക്, ഒരു 2 ലൈനായിട്ട് ആരോ മാർക്ക് ഇട്ട് y കാണിക്കുന്നില്ല. അത് നമ്മൾ ഈഫ് ദെൻ ബി എന്നാ ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈഫ് എൽസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ ഓർത്താൽ മതി. അതായത് ഞാൻ അതിൽ നിന്ന് പറയാം സപ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ഫസ്റ്റ് വൺ സപ്പോർട്ട് കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോ നോക്കുവാണ് ഒരു ഐറ്റത്തിന്റെ ഫ്രീക്വൻസി. അതായത് മിൽക്ക് വാങ്ങിക്കുന്ന ആൾ എന്തായാലും ബ്രെഡ് വാങ്ങിക്കുവോ നമ്മൾ നോക്കുക. അപ്പം ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും മിൽക്ക് വാങ്ങിച്ച ആൾ ബ്രെഡ് വാങ്ങിച്ചിട്ടില്ലേ? ആ ഒരു 5 കസ്റ്റമറുടെ കൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ, അതായത് നമ്മളപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ഐറ്റംസ്. അതായത് ഹൗ ഫ്രീക്വൻസി ഓഫ് ആൻ ഐറ്റം അപ്പിയേഴ്സ് ഇൻ എ ഡാറ്റാബേസ്. എങ്ങനെയാണ് ഡാറ്റാബേസിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാല് സപ്പോർട്ടിനകത്ത് സപ്പോർട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ ടി. എക്സും വൈയും മിൽക്കും ബ്രെഡും ആണെന്ന് എഴുതി വെച്ചേ. മിൽക്കും ബ്രെഡും ആണ് എക്സും വൈയും. ആ ടേബിളിന്റെ മുകളിലോട്ട് എഴുതിയാൽ മതി. എക്സിന് മുകളില് മിൽക്കിന് മുകളിൽ എക്സ് എന്നും ബ്രെഡിന് മുകളിൽ വൈ എന്നും എഴുതുക. അപ്പം എക്സും വൈയും. അപ്പൊ നമുക്ക് ആ എക്സ് മിൽക്ക് വാങ്ങിക്കുന്ന ആള് ബ്രെഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിന് സപ്പോർട്ട് ഓഫ് SUPP, അതാ സപ്പോർട്ട് SUPP ORT, സപ്പോർട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ ടി. ഫ്രീക്വൻസി ഓഫ്, അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിന്റെ ട്രാൻസാക്ഷനകത്ത് ഇപ്പൊ മിൽക്ക് എടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സപ്പോർട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്, മിൽക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എത്ര തവണ വാങ്ങിച്ചു അത് ബൈ എത്ര ട്രാൻസാക്ഷൻ നടന്നു, അതാണ് ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ ടി എന്ന് പറയുന്നത്. അപ്പം സപ്പോർട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 2/5 ആയിരിക്കും അല്ലെ? നോക്കിയേ, മൊത്തം 5 ട്രാൻസാക്ഷൻ ആണ്, അതിനകത്ത് 2 പേരത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 2, അതാണ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? മിൽക്കിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 2 പേരത് വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടൽ ട്രാൻസാക്ഷൻ പറയുന്നത് 5 ആണ്. അപ്പൊ 2/5 എന്ന് പറയുന്നത് 2.2% ആയിരിക്കും. അപ്പൊ 100 പേരിൽ 22 പേര് 22% വന്നു നമുക്ക് പറയാം. 100-ല് 22% നമുക്ക് പറയാൻ പറ്റും ഏത്? മിൽക്ക് വാങ്ങിക്കുന്ന ആള് ബ്രെഡ് വാങ്ങിക്കും. കാര്യം മനസ്സിലായോ? 100-ല് 22% നമുക്ക് പറയാൻ പറ്റും. അതായത് 2/5 എന്ന് പറയുന്നത് 2.2 ആണ്. നമ്മൾ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 22% വന്നു മിൽക്ക് വാങ്ങിക്കുന്ന ആള് ബ്രെഡ് വാങ്ങിക്കുന്ന. അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. സപ്പോർട്ട് മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് കോൺഫിഡൻസ് കണ്ടുപിടിക്കാം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല് ഇൻഡിക്കേറ്റ്സ് ഹൗ ഓഫൺ ദി റൂൾ ഹാസ് ബീൻ ഫൗണ്ടഡ് ടു ബി ട്രൂ. അതായത് ഒരു റൂൾ എത്രത്തോളം ട്രൂ ആണ് എന്നതിന്റെയാണ് നമ്മള് സംഭവമാണ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം എത്രത്തോളം ട്രൂ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മിൽക്ക് വാങ്ങിക്കുന്ന ആള്, പാല് വാങ്ങിക്കുന്ന ആള്, ബ്രെഡ് വാങ്ങിക്കുന്ന എന്നുള്ളത് 100 പേരിൽ എടുത്താൽ 22 പേരും വാങ്ങിക്കുമെന്ന് ഇപ്പൊ നമ്മൾ ഇവര് കണക്കി പറഞ്ഞു അല്ലെ? അത് നമുക്ക് കോൺഫിഡൻസ് വെച്ച് നോക്കാം എങ്ങനെ വരും. അതായത് അത് കണ്ടുപിടിക്കുന്നത്, കോൺഫിഡൻസ് കണ്ടുപിടിക്കുന്നത് സപ്പോർട്ട് ഓഫ് എക്സ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആയിരിക്കും. സപ്പോർട്ട് ഓഫ് എക്സ് ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആയിരിക്കും. അതാണ് കോൺഫിഡൻസ് കാണാനുള്ള റൂള്. അവിടെ എക്സ് യൂണിയൻ വൈ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആ കൊടുത്തില്ല. യൂണിയൻ മീൻസ് എക്സ് വൈ എടുത്താലും മതി എന്ന് പറഞ്ഞാല് സപ്പോർട്ട് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാല് രണ്ടും കൂടെ വാങ്ങിക്കുന്നവർ എത്ര പേര് കാണും? 2/5 ആയിരിക്കും രണ്ടും അല്ലെ? 2/5. സപ്പോർട്ട് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. ദെൻ സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/5 ആണ്. അപ്പൊ 2/5 എന്ന് പറഞ്ഞാൽ 1% എന്നല്ലേ വന്നത്. ദെൻ നമുക്ക് ലിഫ്റ്റ് നോക്കാം.
ലിഫ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് എക്സ് കോമ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ഇൻറ്റു സപ്പോർട്ട് ഓഫ് വൈ. അത് നിങ്ങൾക്ക് അവിടെ ലിഫ്റ്റ് കിടക്കുന്ന യൂണിയൻ ഇട്ടാണ്. യൂണിയൻ വേണേൽ കോമ ഇട്ടാലും മതി. നമ്മൾ ആ യൂണിയൻ ഷേപ്പ് ഇടുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. രണ്ടും വാങ്ങിക്കുന്നുള്ളതാണ്, രണ്ടിലും കൂടെ പെടുന്നത്. അപ്പൊ കോമ ഇട്ടാലും മതി കേട്ടോ. ഞാൻ കോമ ഇട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ലിഫ്റ്റ് എഴുതുമ്പോൾ യൂണിയൻ ഇട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? സപ്പോർട്ട് ഓഫ് എക്സ് കോമ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ഇൻറ്റു സപ്പോർട്ട് ഓഫ് വൈ ബൈ ദ സ്ട്രെങ്ത് ഓഫ് ഇന്നർ റൂള്. അല്ലാതെ ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സപ്പോർട്ട് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 2/5 ആണ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/5 ആണ്. ഇൻറ്റു സപ്പോർട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ 3 പേരല്ലേ അവിടെ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ 3/5 വരത്തില്ലേ അല്ലേ? ഇപ്പൊ ഇത്ര നേരം 2 ഉള്ളായിരുന്നു. മിൽക്ക് 2 പേരെ ആ ഒരു ട്രാൻസാക്ഷന് വാങ്ങിച്ചിട്ടുള്ളൂ, 5 ട്രാൻസാക്ഷൻ. പക്ഷെ ബ്രെഡ് 3 പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസാക്ഷനും 4ാമത്തെ ട്രാൻസാക്ഷനും 5ാമത്തെ ട്രാൻസാക്ഷനും ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് 3/5 ആകും. അപ്പൊ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 1.6% കിട്ടും. 1.66 എന്ന് പറയുന്നത് നമുക്കിപ്പം ഒന്നിൽ കൂടുതലാണെങ്കിൽ അവ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ലിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഇവ തമ്മിൽ കണക്ഷൻ. അതായത് മിൽക്ക് വാങ്ങിക്കുന്നയാള് ബ്രെഡ് വാങ്ങിച്ചിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാന്നാണ് ഈ ഒരു കൺസെപ്റ്റില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായോ? അത് 3 ഇമ്പോർട്ടന്റ് ആണ്. സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് കേട്ടോ. അത് എപ്പോഴും നമ്മളത് നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് തരുന്നത് ഒരു ഡേറ്റ ഇങ്ങനെ തരും. ഇപ്പൊ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ടേബിൾ പറഞ്ഞില്ലേ, ഡേറ്റാബേസ് വിത്ത് 4 items and 5 ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 10 ട്രാൻസാക്ഷൻ തന്നിട്ട് ഒരു 5-6 items തരും. അത് നിന്നോട് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് സപ്പോർട്ടും കോൺഫിഡൻസും ലിഫ്റ്റും ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുന്ന സപ്പോർട്ട് കോൺഫിഡൻസ് നോക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് എക്സും വൈയും അല്ലെ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഞാനിപ്പോ ഇവിടെ പറഞ്ഞ മിൽക്കും ബ്രെഡും എക്സും വൈ ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പം ഏത് ഐറ്റം ആണ് എക്സും വൈ ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിരിക്കും. അത് എടുത്തുകൊണ്ട് സപ്പോർട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എക്സ് ബൈ ടി മീൻസ് ടോട്ടൽ ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പം ഞാൻ ഓർക്ക് ഞാൻ തന്ന ആ 10 ട്രാൻസാക്ഷനകത്ത് 5 പേര് പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5/10 ആയിരിക്കും. 5/10 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് ഇട്ടൊരു നമ്പർ വരും. അപ്പൊ അത്രയും നമുക്ക് പറയാം 100-ൽ ഇത്ര പേര് അത് വാങ്ങിക്കും എന്ന് പറയാൻ കൺക്ലൂഷൻ എഴുതി വെക്കാൻ പറ്റും. അതുപോലെ കോൺഫിഡൻസ് പറയുന്നത് സപ്പോർട്ട് ഓഫ് എക്സ് കോമ ബൈ സപ്പോർട്ട് ഓഫ് എക്സ് ആയിരിക്കും. അതും നമുക്ക് ആ മെഷർമെന്റ് അതിൽ എത്ര പേര് എത്ര സാധനം വാങ്ങിച്ചു ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇട്ട് കണ്ടുപിടിക്കുക. അതുപോലെ ലിഫ്റ്റും അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കൺക്ലൂഷൻ എത്തിച്ചേരാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ദശാംശം തൊട്ടൊരു സംഖ്യ എന്തായാലും വരത്തുള്ളൂ. ചെറിയ വാല്യൂസ് അല്ലേ വരുന്നത്. അതില് 1 കൂടുതലാണ് വരുന്നെങ്കിൽ നമുക്ക് ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 9.4 ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്. FP അൽഗോരിതം അതിനെ പറയാൻ പറ്റും. ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്. നമുക്ക് എക്സാമ്പിൾസ് ഒന്നും അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ വേരിയസ് വേസ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ക്രൈറ്റീരിയ. താഴെ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ഐറ്റംസ് ആയിരിക്കും സച്ച് ആസ് മിൽക്ക്, ബ്രെഡ് ദാറ്റ് ഫ്രീക്വന്റ്ലി ടുഗദർ ഇൻ എ ട്രാൻസാക്ഷൻ. ഇവിടെയും കുറെ സെറ്റ് ഓഫ് ഐറ്റംസ് കാണും. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഫ്രീക്വന്റ് ഐറ്റംസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം ഉള്ളൂ ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ്. ഫ്രീക്വന്റ് ഐറ്റം നമ്മൾ മുമ്പേ ഫ്രീക്വന്റ് ഐറ്റമായിട്ട് ബ്രെഡും മിൽക്കും അല്ലേ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഫ്രീക്വന്റ് ആയിട്ടൊരു ഐറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അനദർ ടൈപ്പ്. നമ്മളത് ബാസ്ക്കറ്റ് അനലൈസിസ് ആണ് കണ്ടത്. ഇവിടെ നമ്മൾ FP അൽഗോരിതംസ് യൂസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ദി കംപ്രസ്ഡ് ഡാറ്റാബേസ് ഇൻടു എ സെറ്റ് ഓഫ് കണ്ടീഷണൽ ഡാറ്റാബേസ് ഈച്ച് അസോസിയേറ്റഡ് വിത്ത് എ ഫ്രീക്വന്റ് പാറ്റേൺ. FP ട്രീ യൂസ് ചെയ്ത് ഇത് ചെയ്യുന്നതെന്ന്. പക്ഷെ അത് വെച്ച് നമുക്ക് വലിയ എക്സാമ്പിൾസ് ഒന്നും തന്നിട്ടില്ല. അതായത് പ്രിന്ററിന്റെ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന ആള് പ്രിന്റർ വാങ്ങിക്കുവോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവിടെ പറയുന്നുള്ളൂ. അതായത് ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആള് പ്രിന്റർ ചിലപ്പോൾ വാങ്ങിക്കണമെന്നില്ല, അല്ലെ പ്രിന്റർ വാങ്ങിക്കുവോ എന്നുള്ള കൺസെപ്റ്റിൽ അവിടെ പറയുന്നുള്ളൂ. അത് എക്സാമ്പിൾ സഹിതം ഡീപ്പായിട്ട് ഇവിടെ വാല്യൂ ചെയ്ത് പറയുന്നില്ല. നെക്സ്റ്റ് പറയുന്ന എഫിഷ്യന്റ് ഫ്രീക്വന്റ് 9.5 എഫിഷ്യന്റ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് മൈനിങ് മെത്തേഡ്സ് ഫൈൻഡിങ് റിക്വയർമെന്റ് ഐറ്റം സെറ്റ്സ് യൂസിങ് കാൻഡിഡേറ്റ് ജനറേഷൻ എ പ്രിയോറി അൽഗോരിതം. അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ അല്ലെ ഒരു ഡേറ്റ തന്നിട്ട് അതിന് എ പ്രിയോറി അൽഗോരിതംസ് എങ്ങനെ എ പ്രിയോറി യൂസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അതായത് 9.5 ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് വെച്ചോണം. എ പ്രിയോറി FP അൽഗോരിതം അങ്ങനെ കണ്ടിട്ടില്ല. അതിന് മനസ്സിലായി ഡേറ്റ അവിടെ തന്നിട്ടുമില്ല. എ പ്രിയോറി എന്ന് പറഞ്ഞാല് അതും എന്താണ് ഫൈൻഡ് ഫ്രീക്വന്റ് ഐറ്റംസ്. അപ്പം മാർക്കറ്റ് ബാസ്ക്കറ്റ് തന്നെയല്ല,
എ പ്രിയോറി ഏത് അൽഗോരിതം യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഫ്രീക്വന്റ് ഐറ്റംസ്. ഫ്രീക്വന്റ് ഐറ്റംസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതമാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു സ്ട്രോങ് അസോസിയേഷനെയും കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്കൊന്നും പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. അതായത് എ പ്രിയോറി ഈസ് എന്താ സെമിനൽ അൽഗോരിതം പ്രൊപ്പോസ്ഡ് ബൈ ആർ അഗർവാൾ ആൻഡ് ആർ ശ്രീകാന്ത് 1994 ആണ് ഇവരിത് കൊണ്ടുവന്നത്. ഇതിനെയും വന്നിരിക്കുന്നത് പ്രയർ നോളജ് ഓഫ് ഫ്രീക്വന്റ് ഐറ്റം പ്രോപ്പർട്ടീസ്. എ പ്രിയോറി ഇംപ്രൂവ്സ് ആൻ ഐട്രേറ്റീവ് അപ്രോച്ച്. ഒരു ഐട്രേറ്റീവ് അപ്രോച്ച് ആയിരിക്കും കാണിക്കുന്നത്. അതായത് നമുക്ക് ആ എക്സാമ്പിൾ വെച്ച് തന്നെ ആദ്യമേ പറയാം, അല്ല നമ്മളിപ്പോ അത് ഞാനിങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. എക്സാമ്പിൾ എന്ന് പറയും കണ്ടോ, ട്രാൻസാക്ഷൻ ഐ ഡി, ലിസ്റ്റ് ഓഫ് ഐറ്റം ഐ ഡി എന്നും പറയും നോട്ടി കണ്ടോ. ട്രാൻസാക്ഷൻ ഐ ഡി 100 തൊട്ട് T900 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് ഓഫ് ഐറ്റം 11, 12, 15 അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് T900 11, 12, 13 കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെയും ഏതാ ഫ്രീക്വന്റ് ഐറ്റംസ് കണ്ടുപിടിക്കാതെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നതാണ് അടുത്ത സാധനം വാങ്ങിക്കുവോ എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമുക്ക് സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ് ഇവ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രിയോറി അൽഗോരിതംസ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഈ ട്രാൻസാക്ഷനിൽ മൊത്തം എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്? 9 ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലേ. 9 ട്രാൻസാക്ഷൻ, 9 കസ്റ്റമർ വന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 9 കസ്റ്റമേഴ്സ് വന്ന് ഐറ്റംസ് വാങ്ങിച്ചു. അപ്പം ഒന്നാമത് ട്രാൻസാക്ഷൻ 100 എന്ന് പറയുന്ന ഐറ്റം വാങ്ങിച്ച ആള് 11, 12, 15 എന്ന് പറയുന്ന ഐറ്റം വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ 200 എന്ന് പറയുന്ന കസ്റ്റമർ വന്നത് 12, 14 ഐറ്റം വാങ്ങിച്ചു. അങ്ങനെ നിങ്ങൾ നോക്കിക്കേ, അതിനകത്ത് 800 എന്ന് പറയുന്ന കസ്റ്റമർ മാത്രമേ 4 ഐറ്റം വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി 2 പേരാണ് തോന്നുന്നു 3 ഐറ്റം വാങ്ങിച്ചത്. അല്ല 3 പേര് 3 ഐറ്റം വാങ്ങിച്ചു. പിന്നെ 2 പേര് ഏറ്റവും കുറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ അതിനകത്ത് നിന്ന് ഏറ്റവും മാക്സിമം മിനിമം ട്രാൻസാക്ഷൻസ് ഐറ്റം നോക്കുക. അപ്പൊ മാക്സിമം 4 മിനിമം 2 ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എഴുതി വെക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് നോട്ട് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് 9 ആണ്. അതിൽ 4 ഐറ്റം മാക്സിമം ഉണ്ട്, 2 ഐറ്റം മിനിമം ഉണ്ട്. 4 ഐറ്റം മാക്സിമം വാങ്ങിച്ച് ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സാധനത്തിന്റെ പേരല്ല കൊടുത്തിരിക്കുന്നത്. 11, 12, 13, 15 ഒരെണ്ണം, പിന്നെ 2 എണ്ണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 12, 14 ആകാം, അല്ലെങ്കിൽ 12, 13 ആകാം, അല്ലെങ്കിൽ 11, 13, അത് ഏത് വേണേലും ആകാം. അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്നുണ്ട് ഒരു ഐറ്റം സെറ്റ് ചെയ്യുക. 1 ഐറ്റം സെറ്റ് ചെയ്യുക. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാല് 11 എന്ന് പറയുന്ന സാധനത്തിന്റെ ഫ്രീക്വൻസി എത്ര തവണ വന്നു. 11 പറയുന്നത് ഇപ്പം എഗ്ഗോ മിൽക്കോ ബ്രെഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എത്ര തവണ വന്നു. അതായത് 9 കസ്റ്റമർ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 9 കസ്റ്റമറിൽ എത്ര പേര് 11 എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചു? നിങ്ങൾ നെല്ലി നോക്കി, എത്ര പേര് വാങ്ങിച്ചു? 6 പേര് വാങ്ങിച്ചു. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും കേട്ടോ. 6 പേര് മേടിച്ചു. 12 എന്ന് പറയുന്ന ഐറ്റമോ 7 പേര് മേടിച്ചു. 13 എന്ന് പറയുന്ന ഐറ്റം 6 പേര് മേടിച്ചു. 14 എന്ന് പറയുന്ന ഐറ്റവും 15 എന്ന് പറയുന്ന ഐറ്റവും 2 പേരെ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 സെറ്റ് ചെയ്യാൻ പോവാ. 1 ഐറ്റം സെറ്റ് ചെയ്യാൻ പോവാ. 1 ഐറ്റം സെറ്റ് ചെയ്യുമ്പോൾ 11, 12, 13, 14, 15 നിങ്ങൾ എഴുതുക. ഫ്രീക്വൻസി അതിന് നേരെ എഴുതി വെക്കുക. 11 നേരെ 6, 12 നേരെ 7, 13 നേരെ 6, 14 നേരെ 2, 15 നേരെ 2. ഇത് നമുക്ക് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു മിനിമം സപ്പോർട്ട് ക്വസ്റ്റിന് തരും. മിനിമം സപ്പോർട്ട് എന്ന ക്വസ്റ്റ്യൻ തരുന്ന ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. 2 തന്നിരിക്കുന്നത് മിനിമം സപ്പോർട്ട് കൗണ്ട്. അപ്പൊ നമുക്ക് ഈ ഐറ്റം സെറ്റിൽ നിന്ന് 2-നേക്കാളും ലെസ് ആയിട്ടുള്ള എല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ 2-നേക്കാളും സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് 14, 15 എന്ന് പറയുന്ന ഐറ്റം ആണ് 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പൊ പിന്നെ ബാക്കി നമുക്ക് എത്ര വരും? അതിന് നമ്മൾ L1 എന്ന് സെറ്റ് ചെയ്യുക. അവിടെ L1 എന്നൊക്കെ പറയുന്ന നോട്ടി കിടപ്പുണ്ട് കേട്ടോ. അതിന് നമ്മൾ L1 എന്ന് സെറ്റ് ചെയ്യുക. ആ L1 എന്ന് പറയുന്നതിനെ പറയുന്നത് 11 പറയുന്ന ഐറ്റംസ് 6 പേര് മേടിച്ചു. 12 എന്ന് പറയുന്ന ഐറ്റംസ് 7 പേര് മേടിച്ചു. 13 പറയുന്ന ഐറ്റംസ് 6 പേര് മേടിച്ചു. അത് നമ്മൾ L1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിൽ നിന്നുകൊണ്ട് അടുത്ത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 2 2 ഐറ്റം സെറ്റ് ചെയ്യാം. 2 ഐറ്റം എന്ന് പറഞ്ഞാല് 11ഉം 12ഉം എത്ര പേര് മേടിച്ചു, 11ഉം 13ഉം എത്ര പേര് മേടിച്ചു എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. അതായത് ഓരോ ഐറ്റംസും എത്ര പേര് മേടിച്ചു എന്നുള്ളത് ഷോപ്പ് ഓണർ ഇതും ചെക്ക് ചെയ്യുന്നതാണെന്ന് ഓർത്താൽ മതി. 11ഉം 12ഉം എത്ര പേര് മേടിച്ചു? 4 പേര് മേടിച്ചു. 11ഉം 13ഉം 4 പേര് മേടിച്ചു. 12ഉം 13ഉം 4 പേര് മേടിച്ചു. 11ഉം 15ഉമോ 2 പേരേ ഉള്ളൂ. 11ഉം 14ഉം മേടിച്ചത് ഒരാളേ ഉള്ളൂ.
ഇതും കമ്പയർ ചെയ്ത് നമുക്ക് സപ്പോർട്ട് കൗണ്ട് രണ്ടായിട്ട് തന്നിട്ട് രണ്ടും രണ്ട് താഴെയുള്ളതിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. സപ്പോർട്ട് കൗണ്ട് ക്വസ്റ്റ്യൻ തരും കേട്ടോ, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് L2 സെറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും? 11ഉം 12ഉം മേടിച്ച 4 പേര്, 11ഉം 13ഉം മേടിച്ച 4 പേര്, 12ഉം 13ഉം മേടിച്ച 4 പേര് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ് സ്റ്റെപ്പ് 3 പോവുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാല് 3 ഐറ്റം സെറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു ഐറ്റം സെറ്റ് ആയിരുന്നു, 2 ഐറ്റം സെറ്റ് ചെയ്തു, ഇനി 3 ഐറ്റം സെറ്റ്. 3 ഐറ്റം വാങ്ങിച്ച എത്ര പേരുണ്ട്? അതായത് 11ഉം 12ഉം 13ഉം മേടിച്ച എത്ര പേരുണ്ട്? അവിടെ ആകെ 11ഉം 12ഉം 13ഉം മേടിച്ച 2 പേരേ ഉള്ളൂ. അത് നമ്മൾ L3 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കോമ്പിനേഷൻ ഒന്നും ചെയ്യാനില്ല, കാരണം 4 ഐറ്റം വാങ്ങിച്ച ഒരാളേ ഉള്ളൂ, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ സപ്പോർട്ടിന്റെ നമ്പർ 2 അല്ലേ? ഇനി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാൻ പറ്റത്തുള്ളൂ. ചേഞ്ചസ് ഇല്ലാത്തൊരു സെറ്റ് വരെ പോകാൻ പറ്റും. അപ്പൊ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കേസിൽ 11ഉം 12ഉം 13ഉം ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റ് ആണ്. ഇതിന്റെ ബേസിൽ നമുക്ക് എ പ്രിയോറി അൽഗോരിതംസ് റൂൾ നോക്കാം. അതായത് ഫ്രീക്വൻസി സെറ്റ് എങ്ങനെയാണ്? 11, 12, 13. അപ്പൊ ഇതിനെ നമ്മൾ സബ്സെറ്റ് കാണുക. സബ്സെറ്റ് നമ്മൾ കേരളി ബ്രാക്കറ്റ് സബ്സെറ്റ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്താ പറയുന്നത്? 11, 12, 13 സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 11 ഒരെണ്ണമാണ്, 12 ഒരെണ്ണമാണ്, 13 ഒരെണ്ണമാണ്. പിന്നെ 11ഉം 12ഉം ഉണ്ട്, 11ഉം 13ഉം ഉണ്ട്, 12ഉം 13ഉം ഉണ്ട്. അങ്ങനെ നമ്മൾ സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ഇതിൽ കൺക്ലൂഷൻ ചെയ്യാൻ എടുക്കാൻ പറ്റും? അസോസിയേഷൻ മൈനിങ് റൂൾ യൂസ് ചെയ്തുകൊണ്ട്. അതായത് മിനിമം സപ്പോർട്ട് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 20% ആണെങ്കിൽ, മിനിമം കോൺഫിഡൻസ് 30 ആണെങ്കിൽ നമുക്ക് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 2/9. അതായത് 2 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും, 9 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2/9 എന്ന് പറയുന്നത് 20% ആയിരിക്കും. 2/9 എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്നതും 2/9 - 6/9 ആയിരിക്കും. 6/9 എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് 11 വാങ്ങിച്ച്, അതായത് 11 വാങ്ങിച്ച 6 പേരല്ലേ ഉള്ളൂ. 11ാമത്തെ ഐറ്റം വാങ്ങിച്ച 6 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ അതിനെ 30% കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും 11 പറയുന്ന ഐറ്റം വാങ്ങുന്നയാള് 12ഉം 13ഉം ഐറ്റം വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കാം. അതാണ് എ പ്രിയോറി അൽഗോരിതം കേട്ടോ. 11 പറയുന്ന ഐറ്റം ചിലപ്പോൾ അത് മിൽക്കാകാം അല്ലേ? അത് വാങ്ങിക്കുന്നയാള് 12ഉം 13ഉം ഐറ്റംസ് മേടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഷോപ്പ് ഓണർക്ക് അനുമാനിക്കാം. അതാണ് എ പ്രിയോറി അൽഗോരിതം. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം വരും. കാരണം നോട്ടിലെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ലാതെ വരും കേട്ടോ. അതിന്റെ അൽഗോരിതംസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ലാതെ വരും. അപ്പൊ നിങ്ങൾ ആദ്യമേ ഓർക്കാം, നിങ്ങൾക്ക് ഒരു ഡാറ്റ സെറ്റ് തരും. ഡാറ്റ സെറ്റ് തന്നിട്ട് അതിന്റെ മിനിമം സപ്പോർട്ടും തരും. അപ്പൊ നിങ്ങൾ ഓർക്കുക ഫ്രീക്വൻസി അതിന്റെ നോക്കുക. ഒരു സാധനം എത്ര പേര് വാങ്ങിച്ചു, അല്ലെ 2 സാധനം എത്ര പേര് വാങ്ങി, അങ്ങനെ നമ്മൾ അതിനെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഒരു സാധനം തന്നെ വാങ്ങിച്ചു ഒരേ സെറ്റ് കണ്ടുപിടിച്ച് വെച്ചു, 2 സാധനം തന്നെ വാങ്ങിച്ചു ഒരേ കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് അത് സപ്പോർട്ട് വാല്യൂ 2 തന്നിട്ടുണ്ടെങ്കിൽ 2ന് മുകളിലുള്ള നമ്മൾ കട്ട് ചെയ്ത് വിടുക, 2 താഴെയുള്ളവരെ. അങ്ങനെ നമ്മൾ L1, L2, L3 വരെ ഇവിടെ കണ്ടാൽ മതി. കാരണം ഇവിടെ നമുക്ക് 3 സാധനം വാങ്ങിച്ച ഒരു 2 പേരേ ഉള്ളൂ, 4 സാധനം വാങ്ങിച്ച ഒരാളേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ കൺസിഡർ നമ്മൾ എടുക്കുന്നില്ല, 2 വരെ നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഓർക്കുവാണ് ആ ഐറ്റംസ് ഏതൊക്കെയാണ്. അപ്പൊ 11, 12, 13 നമുക്ക് ലാസ്റ്റ് വന്നു. ആ 11, 12, 13 നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് എന്ന് മീൻസ് സബ്സെറ്റ് ഉണ്ടാക്കി. സബ്സെറ്റ് എന്ന് പറഞ്ഞാല് 11 ഒരു കേരളി ബ്രാക്കറ്റിനുള്ളില് നമ്മൾ സബ്സെറ്റ് ഉണ്ടാക്കത്തില്ലേ? ഗണം എന്നൊക്കെ വിട്ടപ്പോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഗണം എന്നൊക്കെ പറയുന്നത് കേരളി ബ്രാക്കറ്റാ. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കാണെങ്കിൽ ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. അന്നേരം ഇങ്ങനെ ഗണം ഇട്ടൊക്കെ ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇതെന്ന് പറയുന്നത് നമ്മൾ കേരളി ബ്രാക്കറ്റ് യൂസ് ചെയ്ത് എഴുതാറില്ലേ? 11, 12, 13. പിന്നെ അല്ലെങ്കിൽ നമുക്ക് 11ഉം 12ഉം കമ്പയർ ചെയ്ത് പറയാം, അല്ലെ 11ഉം 13ഉം കമ്പയർ ചെയ്ത് പറയാം, അല്ലെ 12ഉം 13. 11 വാങ്ങിക്കുന്ന ആള്, 11 പറഞ്ഞ ഏത് സാധനം വേണ്ടി ആയിക്കോട്ടെ, 11 വാങ്ങിക്കുന്ന ആള് 12ഓ 13ഓ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം കേട്ടോ. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അത് നല്ലോണം നോക്കി മനസ്സിലാക്കിക്കോണം. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ജനറൽ അസോസിയേഷൻ റൂൾസ് ഫ്രം ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഒന്നും നമുക്ക് അവിടെ പഠിക്കാനില്ല. 9.7 മിനിമം മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ്. അതായത് കോംപ്ലക്സ് ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്ന റൂളാണിത്. അനലൈസ് ഹെറാർക്കി സ്ട്രക്ചർ എന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ പഠിക്കാൻ ഇനി പറയുന്നത് അപ്രോച്ചസ് ഫോർ മൈനിങ് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ്. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനോട് ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ നമ്മൾ 9.8 വന്നാൽ മതി. 9.8 അപ്രോച്ചസ് ഫോർ മൈനിങ് മൾട്ടി ലെവൽ
അസോസിയേഷൻ റൂൾസ്, എന്തൊക്കെ അപ്രോച്ചസ് യൂസ് ചെയ്യാം മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസിൽ. മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സ് ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്ന റൂളാണ് മൾട്ടി ലെവൽ അനലൈസിസ് റൂള്. അനലൈസിസ് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആയിട്ടായിരിക്കും അവിടെ കാണിക്കുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ഐറ്റത്തിന്റെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കാണിച്ചിട്ട് നോക്കിയാൽ മതി. അത് യൂണിഫോം മിനിമം സപ്പോർട്ടും റെഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ടും ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസിന്റെ അപ്രോച്ചസ് പറയുന്നത് ഈ 3 സപ്പോർട്ട് വേണം. യൂണിഫോം മിനിമം സപ്പോർട്ട്, അതായത് ഒരു മിനിമം വാല്യൂ വേണം, പിന്നെ മിനിമം ത്രെഷ് വാല്യൂ വേണം എന്നാണ് പറയുന്നത്. പിന്നെ റെഡ്യൂസ്ഡ് മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ലെവൽ വാല്യൂ വേണം. പിന്നെ ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട് വേണം. അതായത് ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ട് എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഒരു യൂസറിന് പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഐറ്റത്തിന്റെ അടിസ്ഥാനത്തിലോ ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളും കുറഞ്ഞ ത്രെഷോൾഡിൽ സജ്ജീകരിക്കുന്ന രീതിയാണ് നമ്മൾ ഗ്രൂപ്പ് ബേസ്ഡ് മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് അതൊന്നും അതിനെക്കുറിച്ചൊന്നും അവിടെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നെക്സ്റ്റ് 9.9 പറയുന്നത് മൈനിങ് മൾട്ടി ഡയമെൻഷണൽ അസോസിയേഷൻ റൂൾസ് ഫ്രം റിലേഷണൽ ഡേറ്റാബേസ് ആൻഡ് ഡാറ്റ വെയർഹൗസ്. മൾട്ടി ഡയമെൻഷണൽ റൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസുകൾ റിലേഷണൽ ഡേറ്റാബേസിലും ഡാറ്റ വെയർഹൗസസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ മൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ സഹിതംസ് ഒന്നും അവിടെ പറയുന്നില്ല കേട്ടോ. പിന്നെ മൈനിങ് ക്വാണ്ടിറ്റേറ്റീവ് അസോസിയേഷൻ റൂൾസ് ഫ്രം അസോസിയേഷൻ മൈനിങ് ടു കോറിലേഷൻ അനലൈസിസ്. കോറിലേഷൻ അനലൈസിസ് മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ നോക്കി അതോടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ട് ആ ചാപ്റ്റർ തീരുകയാണ്. അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, C=A+B ആണ് കോറിലേഷൻ. അതൊരു ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആയിരിക്കും കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം A = B ആണെങ്കിൽ സപ്പോർട്ട് കോൺഫിഡൻസ് കോറിലേഷൻ വെച്ച്, അതായത് ലിഫ്റ്റ് ഓഫ് A, B എന്ന് പറയുന്നത് ഒന്നി കുറവാണെങ്കിൽ എയുടെ ഒക്കറൻസും ബിയുടെ ഒക്കറൻസും നമ്മളിപ്പോ C=A+B എന്ന് എഴുതുന്നു. അപ്പൊ എയും ബിയുടെ ഒക്കറൻസ് നമ്മൾ നോക്കുക. എയുടെയും ബിയുടെ ഒക്കറൻസ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ്ലി കണക്റ്റഡ് ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ ആ എയുടെയും ബിയുടെ ഒക്കറൻസ് ഒരുപാട് കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ്ലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പറയാം. അപ്പൊ എയും ബിയും തുല്യമാണെങ്കിൽ എയും ബിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെന്നും പറയാന്നാണ് അസോസിയേഷൻ മൈനിങ് റൂളിനകത്തെ കോറിലേഷൻ അനലൈസിസ് കൊണ്ട് പറയുന്നത്. അതൊന്നും പക്ഷെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് അസോസിയേഷൻ റൂൾ എന്താണെന്നും പിന്നെ അസോസിയേഷൻ റൂളിനകത്ത് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസും ഏപ്രിയോറി അൽഗോരിതമും ഈ 2 അൽഗോരിതംസിന് എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. അതേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ക്വസ്റ്റ്യന് കേട്ടോ. അത് രണ്ടും എക്സാമ്പിൾസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. എക്സാമ്പിൾസ് ആയിരുന്നു നിങ്ങൾക്ക് തന്നിരിക്കും. ട്രാൻസാക്ഷന് എത്ര എണ്ണം ഉണ്ട്, അതിലൊരു ഡേറ്റ തന്നുകൊണ്ട് അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ അനുമാനിച്ചെടുക്കാം ഇന്ന സാധനം വാങ്ങിക്കുന്ന ആള് ഇന്നത് എത്ര വാങ്ങിക്കും. ആ 2 കാര്യമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആ 2 നോട്ട് ചെയ്ത് വെക്കുക. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് 10 എടുക്കാം, ക്ലാസിഫിക്കേഷൻ. നമുക്ക് 2 ക്ലാസ് കൂടെ അല്ലേ ഉള്ളൂ. 2 ക്ലാസ്സിൽ നമുക്ക് 12 ചാപ്റ്റേഴ്സ് ഉള്ളത്. 10, 11, 12 നാളെയും അടുത്ത 29 തോന്നുന്നു ആ ദിവസമായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്.